Okay, thank you, Dr. Dhanesh. Thank you, doctors in English session. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1337 ദിവസമാണ്. ഇന്ന് മലയാളം സെഷനിൽ ദന്തരോഗങ്ങളും ഹോമിയോപ്പതിയും എന്ന വിഷയത്തിൽ ചർച്ചയാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചർച്ച തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്നത്തെ ചർച്ചയിൽ എല്ലാവരും തന്നെ സജീവമായി പങ്കെടുക്കണം എന്നുള്ള റിക്വസ്റ്റോട് കൂടി ദന്തരോഗങ്ങളെ കുറിച്ച് ആമുഖമായി സംസാരിക്കുന്ന ഡോക്ടർ ധനേഷിനെ ക്ഷണിക്കും. നന്ദി ഡോക്ടർ ശൈല. നമുക്ക് ഈ ദന്തരോഗം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് സാധാരണയായിട്ടും കണ്ടുവരുന്ന ഒരു പ്രശ്നം തന്നെയാണ്. മിക്കവാറും മുക്കിനിപ്പോൾ ഡെന്റൽ ഡോക്ടർമാർ ധാരാളം വന്നിരിപ്പുണ്ട്. പക്ഷെ എന്നിരുന്നാലും എല്ലാവർക്കും ഈ ഡെന്തൽ കേസ് എന്ന് പറയുമ്പോൾ പല്ലെടുക്കുക അല്ലെ പല്ല് റൂട്ട് കനാൽ ചെയ്യുക ഇങ്ങനെയുള്ള ചിന്തകളാണ്. പക്ഷെ അതിനപ്പുറം പല കാര്യങ്ങളിലും നമുക്ക് ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് ഇതിനെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ദന്തരോഗങ്ങളെന്ന് പറയുമ്പോൾ തന്നെ വലിയ വലിയ ആൾക്കാരുടെ ദന്തരോഗങ്ങളെ കുറിച്ചാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ നമ്മൾ ഹോമിയോപ്പതിയിൽ നോർമലായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു കുട്ടി കമന്ന് വീണ് വലിയാൻ തുടങ്ങുമ്പോൾ തന്നെ പല്ല് വരാൻ തുടങ്ങുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അപ്പൊ അവിടെ തൊട്ട് തന്നെ ദന്തരോഗങ്ങളുടെ ഒരു തുടക്കമായിട്ട് വേണം. പല്ല് വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളെയും നമുക്ക് അതിനടുത്ത് കൂട്ടാം. അപ്പൊ അതൊരു കാരണമാണെങ്കിൽ അതനുസരിച്ചുള്ള മെഡിസിൻ നമുക്കറിയാം. ചുമമല്ല, ഇപ്തൂസം ഇങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ ആ സമയത്ത് നല്ല ഫലപ്രദമായിട്ട് വർക്ക് ചെയ്യും. അപ്പം അവിടെ തൊട്ട് തുടങ്ങുകയാണ് ഈ ദന്തൽ പ്രശ്നങ്ങൾ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ദന്തരോഗം എന്ന് പറയുമ്പോൾ പല്ലിനോ മോണയ്ക്കോ അണുബാധ ഉണ്ടായിട്ട് പല്ലിന് ഇളക്കം ഉണ്ടാകുകയോ പല്ലിന് വേദന ഉണ്ടാകുകയോ മാത്രമാവണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഉദര സംബന്ധമായ വയറ് സംബന്ധമായ പല പ്രശ്നങ്ങൾക്കും അടിസ്ഥാന കാരണം ദന്തരോഗങ്ങൾ തന്നെയാണ്. അപ്പം ഈ ഒരു രീതിയിൽ ഒരു ഹോമിയോപ്പതി ഡോക്ടർ ഇതിനെയൊക്കെ നോക്കി കാണുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് വളരെ വേഗത്തിൽ ആ രോഗിയെ ശാശ്വതമായ രീതിയിലോട്ട് ക്യൂറിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കറിയാം, സാധാരണ ആദ്യമായിട്ടൊരു കൊച്ചുകുട്ടി വരുമ്പോൾ തന്നെ അയാൾക്ക് പല്ല് വേദന എന്ന് പറഞ്ഞ് വരുന്ന കേസുകളിലെല്ലാം തന്നെ തുടക്കത്തിൽ ഒരുപക്ഷെ പല്ലുവേദനയായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അതൊരു പനിയുടെ തുടക്കമാവാം. സാധാരണ ഈ മഴ നനഞ്ഞിട്ട് പനി വരുമ്പോൾ ആദ്യം പല്ലുവേദന ഉണ്ടാകാം. അതല്ലെങ്കിൽ വെയിൽ കൊണ്ടിട്ട് പനി വരുന്ന സമയത്തും പല്ലുവേദന വരാം. അപ്പൊ പല്ലുവേദന എന്നും പറഞ്ഞായിരിക്കും അവർ വരുന്നത്. അപ്പൊ നമ്മൾ തൊട്ട് നോക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ചെറിയ ടെമ്പറേച്ചറൊക്കെ കാണും. അപ്പൊ നമുക്ക് തന്നെ ഒരു ചെറിയ പ്രഡിക്ഷൻ കൊടുക്കാം, ഇതൊരു പനിയുടെ തുടക്കമാണ്, അതുകൊണ്ട് 2-3 ദിവസത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കുക, കൂടുതൽ കളിക്കാതിരിക്കുക, വെയിലത്ത് പോകാതിരിക്കുക, ഇങ്ങനെയൊക്കെ നോക്കണം എന്ന് പറയുമ്പോൾ തന്നെ അവർ കുറച്ചുകൂടെ ഡോക്ടർക്ക് മനസ്സിലായി ഇത് പല്ലുവേദന മാത്രമല്ല പനിയുടെ തുടക്കമാണ്. അപ്പം അത് അവര് ആ കുട്ടിയെ ഉപദേശിക്കും, നിങ്ങളിത് പല്ലുവേദനയൊക്കെ ആയതുകൊണ്ട് മോനൊന്നും കളിക്കാനൊന്നും പോകണ്ടെന്ന് ഡോക്ടർമാരും പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് ശ്രദ്ധിക്കണം. അപ്പൊ ആ കുട്ടിയും അതുകൊണ്ട് കുറച്ചുകൂടെ കോൺഷ്യസ് ആവും. അപ്പം ഇങ്ങനെ തുടക്കം മുതൽ നമുക്കറിയാം, അത് നമ്മുടെ മുമ്പിലോട്ട് വരുന്ന കുട്ടിയുടെ വാ പൊളിച്ച് നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണുന്നത് കുറേ പൊടിഞ്ഞു പോയ പല്ലുകളും കുറെ തൂണ് പോലെ നിൽക്കുന്ന ചില ആണി പോലെ നിൽക്കുന്ന ചില പല്ലുകളും ഒക്കെ ആയിട്ടായിരിക്കും. അതുപോലെ തന്നെ വായിലോട്ട് നോക്കുമ്പോൾ നാക്ക് മോണയൊക്കെ പൊട്ടി ചുണ്ട് പൊട്ടി ഒക്കെ ഇരിക്കുന്ന ധാരാളം, ഇതൊക്കെയാണ് നമ്മളൊരു ഹോമിയോപ്പതി ഡോക്ടർ എന്നുള്ള രീതിയിൽ ദന്തരോഗത്തിന്റെ ആദ്യ ലക്ഷണങ്ങളായിട്ട് കാണേണ്ടത്. അപ്പം അവിടെയൊക്കെ നമ്മളുടെ മെഡിസിൻ വളരെ ഫലപ്രദമാണ്. പല്ല് പൊടിഞ്ഞു കൊണ്ടിരിക്കുന്ന കണ്ടീഷനിൽ നമുക്ക് ഏതൊക്കെ മെഡിസിൻസ് കൊടുക്കാം, പല്ല് വരാൻ താമസിക്കുമ്പോൾ നമുക്ക് ഏതെല്ലാം മെഡിസിൻസ് കൊടുക്കാം, ഇനി വരുന്ന പല്ലിന് കളർ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഏതൊക്കെ മെഡിസിൻ കൊടുക്കാം, പല്ല് വരുമ്പോഴൊക്കെ പനി വരികയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ മെഡിസിൻ കൊടുക്കാം, പല്ല് വരുമ്പോഴൊക്കെ വയറിളക്കം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ പല്ല് വരുമ്പോഴൊക്കെ വയറ്റിൽ നിന്ന് ഗുരുതരാ പോവുക, പൊടോഫൈലോ വേദന ഇല്ലാതെയൊക്കെ വയറ്റിൽ നിന്ന് കൂടെ പോകുന്ന കണ്ടീഷൻ പൊടോഫൈലോ ഒക്കെ വളരെ ഫലപ്രദമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഡിക്കേഷൻസ് എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം പിന്നീട് കുട്ടികളെ സംബന്ധിച്ച് അടുത്ത സ്റ്റേജ് വരുന്നത് പല്ല് കൊഴിയുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. പല്ല് കൊഴിയുന്ന സമയത്ത് ഇതുപോലെ പല്ലിന് വേദന വരാം,
ചിലപ്പോൾ പക്ഷേ കൂടുതൽ പ്രായമാകുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് പല്ല് കൊഴിയുന്ന ഒരു അവസ്ഥ വരാം. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഏതൊക്കെ മെഡിസിൻ കൊടുക്കാം? അങ്ങനെയുള്ള അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് അങ്ങനെയൊക്കെ നമുക്ക് സംശയം വരുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും കെൻഡ് റെപ്പർട്ടറി ആ ഒരു ഭാഗം മാത്രം എടുത്തൊന്ന് നോക്കിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമുക്ക് കൊടുക്കാവുന്ന മെഡിസിനെ കുറിച്ച് ഒരു ധാരണ ഡോക്ടർമാർക്ക് കിട്ടും. അപ്പൊ തീർച്ചയായും ആ രീതിയിലുള്ള ഒരു മെത്തേഡ് നമുക്ക് നല്ലതാണ്. അപ്പൊ ഈ കുട്ടികളുടെ പ്രായം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് യൗവനകാലമാണ്. ഈ യൗവനകാലത്തിലും നമുക്ക് ഈ അണപ്പല്ല് വരുന്ന സമയത്ത് മോണയ്ക്ക് വേദന വരാം, പല്ല് വേദന വരാം. പല്ലുവേദന വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല്ലുവേദന വരുന്ന മിക്കവാറും കേസുകളിലും പേഷ്യൻസിന് എപ്പോഴും ചെവി വേദന പറയാറുണ്ട്. അപ്പൊ ചെവി വേദന പറഞ്ഞു വരുന്ന കേസുകളിൽ എപ്പോഴും നമ്മൾ മോണയും വായും ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കേടായ പല്ലുകളോ മോണയ്ക്കുള്ള നീരോ ഒക്കെ കാണാൻ പറ്റും. അപ്പൊ ഇത് തമ്മിൽ കണക്റ്റഡ് ആണെങ്കിൽ അവരെ അതിനെക്കുറിച്ചൊരു ചെറിയൊരു ബോധവൽക്കരണം നമുക്ക് കൊടുക്കേണ്ടിയുണ്ട്. നിങ്ങൾ പല്ലിന് കേടുള്ളത് കൊണ്ടല്ലേ, ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഈ ചെവിയുടെ പ്രശ്നം എപ്പോഴും വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ പല്ലൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ പല്ലുവേദന വന്നതിന് ശേഷം പല്ല് കൊഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരുപക്ഷെ മോണ നേരെ ചൊവ്വേ കൂടിയിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ ആ മോണയിൽ ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാവാം. ആ മോണയ്ക്ക് ചുറ്റും വ്രണങ്ങൾ ഉണ്ടാകാം. അപ്പൊ ഈ ഒരു കണ്ടീഷൻസ്, ഇങ്ങനെയുള്ള ഓരോ കണ്ടീഷൻസും നമ്മൾ വേർതിരിച്ചെടുക്കണം. അതുപോലെ തന്നെ കുറച്ച് പ്രായമായി കഴിയുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുകയും ചില ആൾക്കാർക്ക് നേരത്തെ പല്ല് പൊഴിയാം. ചില ആൾക്കാർക്ക് റൂട്ട് കനാൽ ചെയ്യുമ്പോൾ പല്ല് കൂടുതലായിട്ട് പല്ല് വേദനയും ഒക്കെ അനുഭവപ്പെടും, സാധാരണ ഉള്ളതിൽ കൂടുതലായിട്ട്. അതുപോലെ തന്നെ ഈ പല്ല് എടുക്കുന്നതിന് മുമ്പും എടുക്കുന്ന സമയത്തും ഒക്കെ നമ്മൾ സാധാരണ ഇപ്പൊ ഡെന്റിസ്റ്റുകളാണെങ്കിൽ ചെയ്യുന്ന ബ്ലഡ് പരിശോധിക്കാറുണ്ട്. കാരണം ഇവർക്ക് ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ എത്രയുണ്ട്, അതുപോലെ ഷുഗർ ഉണ്ടോ, ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മളും ഒരാളെ ഡെന്റിസ്റ്റിന്റെ അടുത്തോട്ട് ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളും ഇതെല്ലാം ഒന്ന് ചെയ്യിച്ചു വിടുകയാണെങ്കിൽ അവർക്ക് നമ്മളെ കുറിച്ചൊരു കുറച്ചുകൂടെ നല്ല ഒരു ഇമ്പ്രഷൻ ഉണ്ടാവും. ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പലപ്പോഴും ഈ എല്ലാവരുടെയും ഒരു ധാരണയുണ്ട് പല്ലിന് എന്തെങ്കിലും വന്നാൽ ഉടനെ പല്ല് എടുത്ത് കളയണം. അങ്ങനെയില്ല. പല്ല് നമ്മൾ കഴിയുന്നതും ഉള്ള പല്ല് നിലനിർത്താൻ ശ്രമിക്കുക. അതിനായിട്ട് നമ്മൾ നോക്കുക. അത് പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മുടെ പല്ല് ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കുന്ന രീതിയിൽ ആടുന്ന അവസ്ഥയിലാണെങ്കിൽ അത് എടുത്തു കളയുക തന്നെയാണ് നമ്മുടെ ഫിലോസഫിയിലും നമ്മുടെ ഡോക്ടർ ഹൈൻമാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ പല്ലിന്റെ പ്രശ്നങ്ങളായിട്ട് വരുമ്പോൾ പലപ്പോഴും ഭയങ്കരമായിട്ട് ഒരു പല്ലിന്റെ ചോട്ട് നിരന്തരം വേദന വരികയും അത് വിട്ടുമാറാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ മറ്റു ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ മോണയിൽ ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് മനസ്സിലാകുകയാണെങ്കിൽ നമുക്ക് പിന്നെ ആ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റിലോട്ട് പോകേണ്ടിയിരിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ദന്തരോഗങ്ങളിൽ ഒരു പരിധിവരെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഇതിലെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഇതിനെക്കുറിച്ച് നല്ലൊരു ധാരണ അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ വരുന്നതുകൊണ്ട് ആദ്യം തന്നെ നമ്മളും ഈ പറഞ്ഞ പോലെ ഡെന്റിസ്റ്റിന്റെ അടുത്ത് ചെന്ന് പെടുകയും പിന്നീട് അവര് പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്യുകയും ചെയ്യുമ്പോഴും ഒരു പക്ഷേ നമുക്ക് കൂടുതൽ ദോഷങ്ങൾ വരാം. അതിന്റെ ഒരു അനുഭവസ്ഥൻ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് അന്ന് നമുക്ക് നമ്മളുടെ മെഡിസിനിലോട്ട് കൂടുതൽ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറെ കൂടി നല്ല രീതിയിൽ നമ്മുടെ പല്ല് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയേനെ എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുകയാണ്. പിന്നെ അന്നത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അതല്ല, നമ്മളൊരിക്കൽ ഒരു ഡോക്ടറെ അടുത്ത് ചെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവര് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഏതാണ്ട് മഹാപിശുക്കന്മാരായതുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് അവർ വിചാരിച്ചു പോവോ എന്ന് കരുതി അവർ പറയുന്ന എല്ലാം നമ്മൾ ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോഴും ഇനി അഥവാ അങ്ങനെ ചെയ്യുമ്പോഴും അതിനോടൊപ്പം നമ്മൾ ഹോമിയോ മെഡിസിൻസ് കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ ദന്ത സംരക്ഷണത്തിന് നമുക്ക് കുറെ കൂടി സാധ്യതയുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിന്റെ ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി മെഡിസിനൽ പാർട്ടും മറ്റു കാര്യങ്ങളൊക്കെ മറ്റുള്ള എക്സ്പെർട്ടുകൾ ഇതിനകത്തുണ്ട്, അവർ വിശദീകരിക്കുന്നതായിരിക്കും. എല്ലാവരും ചർച്ചയിൽ പങ്കെടുക്കണം. ഈ കുറച്ച് സീനിയർ ഡോക്ടർമാർ മാത്രം സംസാരിക്കുന്ന ഒരു രീതി വരരുത് എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. എല്ലാവരും നിങ്ങളുടെ ഒരു ചെറിയ അനുഭവമാണെങ്കിലും അത് പറയാൻ മുന്നോട്ട് വരണം. ഓക്കെ, ധനേഷ് ഡോക്ടർ പറഞ്ഞ പോലെ ചർച്ചയിൽ എല്ലാവരും പങ്കെടുക്കണം. അവരവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. മാത്രമല്ല എന്തെങ്കിലും സംശയങ്ങളുണ്ടായി സീനിയർ ഡോക്ടേഴ്സ് ഉണ്ട്,
അവര് നമുക്ക് വേണ്ടി സംശയങ്ങളെല്ലാം പറഞ്ഞു തരും. എല്ലാവരും തന്നെ സംശയങ്ങളും അവരവരുടെ എക്സ്പീരിയൻസും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ശ്രീധരക്കുറുപ്പ് സാറുണ്ട്, ശാന്താചന്ദ്രൻ മാഡം ഉണ്ട്, ദേവൻ എല്ലാരും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയാം, അല്ലെ വേറുള്ളവരാരും ഒന്നും പറയല്ല. അല്ല, സാറ് തുടങ്ങി ആരും വെച്ചോ. പറയാതിരിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, സാർ തുടങ്ങിക്കോ. സാർ തുടങ്ങിക്കോളൂ. ഞാൻ ആദ്യം പല്ലുവേദനയ്ക്ക് ഒരു മരുന്ന് കൊടുത്തത് ഞാൻ പഠിച്ച് പാസ്സായി ഇറങ്ങിയപ്പം ഒരു കൊച്ച്, അന്ന് എനിക്ക് വലിയ പല്ലിനെ കുറിച്ച് വേദനയെ കുറിച്ചൊന്നും വലിയ വിവരമില്ല, എങ്കിലും ഒരു കൊച്ച് കരഞ്ഞോണ്ടും വന്നു. ഭയങ്കര കരച്ചിൽ, നിർത്താതെ കരച്ചിൽ. വേദനയുണ്ടെങ്കിൽ എല്ലാവരും കരയുമല്ലോ, പിള്ളേരാകുമ്പം കരയുമല്ലോ. എന്നാ നോക്കിയിട്ടും കുറയുന്നില്ല. അതിനിടെ ഇടയ്ക്ക് ആ കൊച്ചിനെ ആരോ എന്തോ പറഞ്ഞപ്പോൾ അത് ചിരിച്ചു. ആ മെന്റൽ സിംറ്റം വെച്ചിട്ട് പൾസറ്റ കൊടുത്ത ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൊച്ചിന്റെ പല്ലുവേദനയും പോയി, എല്ലാം പോയി. അന്നേരം അന്ന് എനിക്ക് മനസ്സിലായി പല്ലുവേദന ഇങ്ങനെ മെന്റൽ എന്നുള്ളത് മനസ്സിലായി. അതാണ് എൻ്റെ ആദ്യ 1975 ഞാനന്നങ്ങോട്ട് പ്രാക്ടീസ് തുടങ്ങിയതേ ഉള്ളൂ. അതിൻ്റെ ഒരു കാരണം, എൻ്റെ ഒരു കൂട്ടുകാരൻ, ഒരു ഡോക്ടർ കീരൻ ജോസഫ് എന്ന് വിളിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, എൻ്റെ സീനിയർ. ഞങ്ങൾ രണ്ടുപേരും എന്നെക്കാട്ടി 1 വർഷം സീനിയർ ആവട്ടെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച ഇന്റേൺഷിപ്പ് ചെയ്തു. പുള്ളി എപ്പോഴും വെറ്റിയമടിക്കാൻ കഴിയില്ല. പുള്ളി പറയും മെന്റൽ സിംറ്റം നോക്കണം. അന്നേ ഈ പുള്ളി ഈ ഇതൊക്കെ പറഞ്ഞു തരുമായിരുന്നു. എന്നാ ഈ നമ്മുടെ മിയാസമൊക്കെ കുറിച്ച് പുള്ളി പുസ്തകമൊക്കെ ഒരുപാട് വായിക്കുന്ന കൂട്ടത്തിലാണ്. പുള്ളി ഇപ്പം ഇവിടെ സുൽത്താൻ ബത്തേരിയില്ല. അന്ന് പുള്ളി എപ്പോഴും വായിച്ച് ബോറിക്കിന്റെയും ഈ തീനോട്ടിന്റെ പുറത്ത് തല വെച്ച് കിടന്നാ പുള്ളി ഉറങ്ങുന്നത്. അതുപോലെ വായിക്കുമായിരുന്നു. അന്നേരം പുള്ളിയാ പറഞ്ഞു തന്നെ ഇങ്ങനെ മെന്റൽ സിംറ്റംസ് വെച്ച് ചികിത്സിച്ചാൽ നല്ല കുറവ് കിട്ടുമെന്നും, അതുപോലെ തന്നെ നിയാസത്തിന്റെ ഇത് വെച്ചിട്ടും നമ്മൾ എടുത്ത കുറവെന്നും പുള്ളിയാണ് എന്നെ ആദ്യം പറഞ്ഞു തന്ന ഒരു സുഹൃത്ത്. അപ്പം പല്ലുവേദന വരാത്തവരാരും കാണുകയില്ല. ജീവിതത്തിൽ പല്ലുവേദന അനുഭവിക്കാത്ത ആരെങ്കിലും അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, അവരെ ഏറ്റവും വലിയ നുണയന്മാർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ആദ്യം നമുക്ക് സാധാരണ വരുന്ന ഒരു സംഗതിയാണ് പല്ല് ഞറുമ്പലെന്ന് പറയും. അത് ഹിസ്റ്റീരിയ കൊണ്ടുള്ളതാണെങ്കിൽ, പല്ല് ഞറുമ്പലാണെങ്കിൽ അസഫോയിറ്റഡ എന്ന് പറഞ്ഞ മരുന്നാണ് സാധാരണയായിട്ട് അത് കൂടുതൽ വരുന്നത്. ചില പിള്ളേർ വലിയൊരു ഒക്കെ കഴിക്കും. അതായത് ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, വലിയച്ഛൻ രാത്രി ആ മുറിയിൽ ഞാനും കിടന്ന് ഉറങ്ങാൻ പറ്റിയത്. രാത്രി പല്ല് കടിച്ചങ്ങ് മുറിക്കുന്ന മാതിരിയുള്ള പല്ലുകടിയാ. അതിന് പറ്റിയ മരുന്ന് പിന്നീട് അന്ന് ഞാൻ പഠിച്ച് പാസ്സായിട്ടില്ല, അന്ന് എനിക്കറിയത്തില്ലായിരുന്നു ബെല്ലോണായാണ് എടുക്കുന്നത്, ഉറക്കത്തിൽ പല്ല് കടിക്കുന്നത്. പിന്നെ ഇന്ന് കുറവാ, അന്നൊക്കെ ബലശല്യമുള്ള പിള്ളേർ പല്ല് കടിക്കും. അതിന് പറ്റിയ മരുന്ന് സീനായ. പിന്നെ രാത്രികാലങ്ങളിൽ പല്ല് ഞറുമ്പൽ, മോണകള് പല്ലില്ലെങ്കിൽ പോലുള്ള മോണ തമ്മി കൂട്ടിയമർത്തും, അതിന്റെ മെഡിസിൻ പൊഡോഫൈല. പിന്നെ ദന്തക്ഷയം, ഡെന്റൽ കാരീസ് എന്ന് പറയും. പല്ലുകളിൽ ഉണ്ടാകുന്ന ദ്വാരം അടയ്ക്കുന്നത് കൊണ്ട് വരുന്ന ദന്തക്ഷയം, മെർക്ക് വൈവ് എന്ന് പറയുന്ന മെഡിസിനാണ്. തടിച്ച മാംസളമായ ശരീരമുള്ള കുട്ടികളിൽ കണ്ടുവരുന്ന ദന്തക്ഷയം, അത് പറയുന്ന കേൾക്കുമ്പോഴേ നമുക്കറിയാതെ താല്പര്യമൊക്കെ പാടില്ല. പിന്നെ എനാമല് പോയാല്, പല്ലിന്റെ എനാമല് പോയിട്ട് പല്ലിന് ദ്വാരങ്ങളും കുഴികളും ഒക്കെ വന്നാൽ ബേസിലിനമാണ് അതിന്റെ മരുന്ന്. പല്ലുകൾക്ക് പെട്ടെന്നുണ്ടാകുന്ന കറുത്ത നിറവും ദന്തക്ഷയം തുടങ്ങിക്കഴിഞ്ഞാൽ പല്ല് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന പരിപാടിയുണ്ട്. എൻ്റെ പല്ല് മുകളിലത്തെ ഒറ്റയൊരെണ്ണം പോലും ഇല്ല. ഒരു ദിവസം ഏതായാലും എൻ്റെ ഭാര്യയുടെ ഇതിൻ്റെ കൊണ്ടാണ്, എൻ്റെ പല്ലിൻ്റെ കുറവ് കൊണ്ടാണോ എന്നറിയാമെന്നില്ല, ഒരു പ്രാവശ്യം ചപ്പാത്തി തിന്നപ്പോൾ 2 പല്ല് അകത്തേരില്ല, ഒഴിഞ്ഞു. പിന്നെ ഞാൻ ബാക്കിയങ്ങ് എടുത്ത് കളയണ്ടായിരുന്നെന്ന് പിന്നെ എനിക്ക് തോന്നി. കാരണം പിന്നെ വെച്ചിട്ടത് അങ്ങോട്ട് ചേരത്തില്ല. താഴത്തെ 10-11 പല്ലേ ഉള്ളൂ, ആ പല്ലുമായിട്ട് ചേരത്തില്ല. അതിന് ഈ റൂട്ട് കനാലിംഗ് ഒക്കെ ചെയ്താൽ മതിയാണ്. അത് പിന്നെ പോയി കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത്. അതായത് ഇപ്പൊ 10 വർഷത്തോളമായി പല്ലില്ലാതെ
മുകളിലത്തെ പല്ലില്ല. അപ്പൊ പിന്നെ മറ്റോന്റെ പല്ലിനെക്കാട്ടി നല്ല അവനോന്റെ മോണയാണെന്നൊരു പണ്ടുള്ളൊരു പറച്ചിലുണ്ട്. പിന്നെ അതുകൊണ്ട് സമാധാനിക്കുക. പൊട്ടിപ്പോവും, ചിലപ്പോൾ ഇങ്ങനെ പല്ല് പൊട്ടിപ്പോവും, കട്ടിയുള്ള സാധനത്തിനെ കഴിച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അങ്ങനെയുള്ളപ്പോൾ കഴിക്കാവുന്നത് സ്റ്റാഫിസാക്രിയ. അത് കൂടുതലും തണുത്ത വെള്ളം പല്ലുവേദന കൂടുതൽ വന്നാലും സ്റ്റാഫിസാക്രിയ മരുന്ന്. കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ വേദനയും രക്തസ്രാവം ഒക്കെ ആണെങ്കിൽ പ്ലാന്റാഗോ മേജർ. ഞാൻ ഈ പല്ലുവേദനയ്ക്ക് കൊടുക്കുന്ന ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഈ പ്ലാന്റാഗോ ടിഞ്ചർ കഞ്ഞി വെച്ചിട്ട് കടിച്ചു പിടിച്ചോളാൻ പറയും. തൽക്കാലം ഒരു ആശ്വാസം തീർച്ചയായിട്ടും കിട്ടും. പല്ലുകൾക്ക് നിറവ്യത്യാസം വന്ന് ചാരനിറമാകുകയും പിന്നീട് പൊള്ളയാവുകയും മോണയിൽ നിന്ന് കാണുന്ന രക്തം മനസ്സിലാകുന്നുണ്ടോ? അതോ സ്പീഡ് കൂടുതലുണ്ടോ? ഹലോ, കേൾക്കുന്നില്ല, മൂട്ടാ. ശരി, കുഴപ്പമില്ല സാറേ, കേക്കാം. ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ പറയണം, ഇത് കുറയ്ക്കാം. അതായത് പല്ലുകൾക്ക് നിറവ്യത്യാസം വന്ന് ചാരനിറമാകുകയും പിന്നീട് പൊള്ളയാവുകയും മോണയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുകയാണെങ്കിൽ ഫോസ്ഫറസ് ആണ് മരുന്ന്. ഈ ഫോസ്ഫറസ് ഏതുതരം രക്തസ്രാവത്തിനും വളരെയധികം പ്രയോജനം ചെല്ലുന്ന ഒരു മെഡിസിനാണ്. പല്ലുകൾക്ക് നീളം കൂടി വരുന്ന ചിലരുടെ പല്ലങ്ങ് നീളം കൂടിക്കൂടി വരും, വളരുന്ന മാതിരി തോന്നും. അതിനോട് കൂടി ദന്തക്ഷയം സംഭവിക്കും. അത് മെഡിസിൻ മെസേറിയമാണ്. റിക്കറ്റ് ബാധിച്ചിട്ട് മെലിഞ്ഞു വരുന്ന കുട്ടികൾക്ക് കാണുന്ന ഇതിന് സൈരീഷ്യ മരുന്ന്. പിന്നെ മോണയിൽ നിന്നുള്ള രക്തസ്രാവത്തിന് പല്ല് പറിച്ചതിന് ശേഷം കാണുകയാണെങ്കിൽ പറിക്കുന്നതിന് മുമ്പും ഒരു ഡോസ് ആർണിക്ക കൊടുക്കണം. പറിച്ചു കഴിഞ്ഞാൽ ഒരു ഡോസ്, പല്ല് പറിക്കുന്നതിന് മുമ്പായി ഒരു ഡോസ് വേണം കൊടുക്കാം. അത് കഴിഞ്ഞ് അതിന് ഇത് പറിച്ചു കഴിഞ്ഞ് രക്തം കുറയ്ക്കാനായിട്ട് സഹായിക്കും. എനിക്ക് ഒരു പ്രാവശ്യം പല്ലെടുക്കാനായിട്ട് ഞാൻ ഒരു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചെന്ന് പറഞ്ഞു, ഇന്ന് ഡോക്ടർ ഇന്ന നാളെ വരാൻ പറഞ്ഞു. അന്നേരം അവിടെ ഇന്റേണീസ് ആയിരുന്നു. ഞാൻ പറഞ്ഞു പറിച്ചോളാൻ പറഞ്ഞു. പറിച്ചു കഴിഞ്ഞ് അവർ അനസ്തേഷ്യൊക്കെ തന്നു, അനസ്തേഷ്യ തന്നു, പല്ല് പറിച്ചു. ഞാൻ വീട്ടിൽ വന്നു, അനസ്തേഷ്യയുടെ ഇതെല്ലാം അങ്ങ് പോയി, ഭയങ്കര വേദന തുടങ്ങി. ഇപ്പൊ ചത്തുപോകുന്നുള്ളത് എൻ്റെ ഇതാണ്. പക്ഷേ ആർണിക്ക കഴിച്ചു, എനിക്ക് കുറച്ച് ആ രക്തസ്രാവം നിന്നു. എനിക്ക് ഡയബറ്റീസ് കൂടെ ഉള്ളതാണ്. രക്തസ്രാവം കുറഞ്ഞു, വേദന കുറഞ്ഞു കിട്ടി. പക്ഷെ തീർത്ത് മാറിയില്ല, ഉള്ള സത്യം പറയാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പോയി അനാൽജസിക്സ് കൂടെ കഴിച്ചപ്പം തീർത്തും മാറി. പെട്ടെന്ന് അത്രയ്ക്ക് കൂടിയ ഇതായിരുന്നു. ആർണിക്ക ടിഞ്ചർ ശുദ്ധമായ വെള്ളത്തിൽ 1:9 എന്ന അനുപാതത്തിൽ ചേർത്ത് അത് നമുക്ക് കുരുക്കുഴിയാം, അതല്ലെങ്കിൽ പുറമെ പുരട്ടുകയോ ചെയ്യാം. ഇത് ഇപ്പൊ ഈ പല്ല് എടുത്തു കഴിഞ്ഞിട്ട് രക്തസ്രാവം വരുന്നവർക്കും അതുപോലെ ഇതുപോലെ ഭയങ്കരമായിട്ടുള്ള പല്ലെടുത്തു കഴിഞ്ഞിട്ടുള്ള വേദന ഉണ്ടെങ്കിൽ അത് ആർണിക്ക മദർ ടിഞ്ചർ 1:9 എന്ന അനുപാതത്തിൽ ചേർത്ത് കുരുക്കുഴിയോ അതല്ലെങ്കിൽ പുരട്ടുകയോ ചെയ്താൽ കുറയും. മോണയിൽ നിന്നുള്ള രക്തസ്രാവത്തിന് നൽകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധം അതിന് വേറൊന്ന് ഫോസ്ഫറസാണ്. കൂടുതൽ രക്തം ഇങ്ങനെ ഒക്കൊണ്ടിരിക്കും. അത് പ്രത്യേകിച്ച് ഡയബറ്റീസ് ഉള്ളവർക്ക് ഇത് എടുത്തു കഴിഞ്ഞാൽ വേദനയും കൂടും, ഇതും കൂടും. അതുപോലെ തന്നെ ഈ വേറെ എന്തെങ്കിലും പല്ലിൻ്റെ സംബന്ധമായിട്ടുള്ള ഇത് രണ്ടും പറ്റിയ മരുന്നാണ് ആർണിക്കായും ഫോസ്ഫറസും. രണ്ടും പല്ല് പറിക്കുന്നതിന് മുമ്പ് പറിച്ചു കഴിഞ്ഞും വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരെണ്ണമാണ്. അതുപോലെ വേറൊരെണ്ണമാണ് കരണ്ടുട. അതും ലോഷനായിട്ട് നമുക്ക് വായി 1:9 എന്നുള്ള അനുപാതത്തിൽ ശുദ്ധവെള്ളത്തിൽ ചേർത്ത് കുരുക്കുഴിയാനോ അല്ലെ കവക്കൊള്ളുകയും ചെയ്യാം. കവക്കൊള്ളുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അത് രണ്ടും രണ്ടാ, കുരുക്കുഴിയും കവക്കൊള്ളുകയും. കവക്കൊള്ളുക എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം ഇങ്ങനെ വായി പിടിച്ച് വെക്കുക. അത് ചെറു വേദനയാണെങ്കിൽ ചെറു ചൂടോടെ, രക്തത്തിലാണെങ്കിൽ ചെറു ചൂടോടെ ആകത്തില്ല, ആണെങ്കിൽ അത് കൂടുതൽ പ്രയാസം ഉണ്ടാകും. അതുപോലെ വായിൽ ഈ മോണപഴുപ്പെന്ന് പറയും, അതിനും ഇച്ചിരി വെള്ളം ചൂടാക്കി അതിൻ്റെ അകത്ത് ഇച്ചിരി ഉപ്പിട്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കലണ്ടുലായും ആർണിക്കായും
ഒക്കെ കൂടെ മിക്സ് ചെയ്ത് ഇച്ചിനേഷ്യ ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് കവക്കൊണ്ടാൽ വളരെ പ്രയോജനം കിട്ടും. മോണയിൽ നിന്നുള്ള രക്തസ്രാവമാണെങ്കിൽ അതിന് പറ്റിയ മരുന്ന് മെർസോളാണ്. വേറെ പല മരുന്നുകളും കൊടുത്തിട്ട് പറ്റാതെ വന്നാൽ കാർബോവേജ് കൊടുത്താൽ കുറയും. പിന്നെ മോണയ്ക്ക് വേറെ ആരെങ്കിലും കൈവെക്കുകയാണെങ്കിൽ പറയണേ ഞാനങ്ങ് നിർത്തിക്കോളാം, എന്ന് ഞാൻ തന്നെ ഇരുന്നിങ്ങനെ ഇത് വൺ സൈഡഡ് ആയിട്ട് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. മറ്റ് ഡോക്ടേഴ്സിന് ഏതെങ്കിലും സാറ് ആരും ഹാൻഡ് റൈസ് ചെയ്യാത്തത് കൊണ്ട് പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും അവരവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹാൻഡ് റൈസ് ചെയ്യണം, എന്നാലേ അറിയാൻ പറ്റൂ. തീർച്ചയായിട്ടും അവരെ വിളിക്കും. ആരും പറയാനില്ലാത്തത് പറയാൻ മുമ്പോട്ട് വരാത്തത് കൊണ്ട് മാത്രം സാറ് പറയുകയാണ്. ആര് ഹാൻഡ് റൈസ് ചെയ്താലും അവസരം തരുന്നതാണ്. സംശയം ചോദിക്കാനാണെങ്കിലും അവസരം തരുന്നതാണ്. നമുക്കറിയത്തില്ലല്ലോ. ചില പല്ല് വലിയ ദ്രംഷ്ടം പോലെയൊക്കെ ഇരിക്കും. അതായത് രാക്ഷസന്മാരുടെ പല്ല് കണ്ടിട്ടുണ്ടോ? രാക്ഷസികളുടെ ദ്രംഷ്ടം പോലെ ഇരിക്കും. അങ്ങനെയുള്ള കറുത്തതും വൃത്തിയില്ലാത്തതും നീലയും ചുവപ്പും ഒക്കെ പല കളറിട്ടുള്ളത് ആണെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ആണെങ്കിൽ മെർസോളാണ് മെഡിസിന്. മെർസോളിന് ശേഷം കുറഞ്ഞില്ലെങ്കിൽ നീല നിറത്തിലായിരിക്കുന്നെങ്കിൽ സ്പോഞ്ച് പോലെയാണെങ്കിൽ ലാക്കസിസ് മരുന്ന്. ചിലപ്പം പല്ലിന് കറുത്ത നിറം, അതൊരു കറുപ്പ് നിറം സാധാരണ വരാറുള്ളതാണ്. ഒത്തിരി പേർക്ക് വരും. ചിലർക്ക് മഞ്ഞ നിറം വരും, ചിലർക്ക് കറുത്ത പിള്ളേർക്കും വരാറുണ്ട്. പൊടിഞ്ഞു പോകുന്ന പല്ലുകൾ, സ്പോഞ്ച് പോലെ കാണുന്ന മോണയിൽ നിന്ന് രക്തം വരികയാണെങ്കിൽ സ്റ്റാഫിസാക്രിയ നല്ലൊരു മെഡിസിൻ. പിന്നെ ചിലർക്ക് മോണ താഴേക്ക് ഇറങ്ങി വരും. അങ്ങനെയുള്ളവർക്ക് മെർസോളും നല്ല മരുന്നാണ്. മോണയിൽ ട്യൂമർ, നൈട്രിക് ആസിഡാണ് മെഡിസിൻ. പിന്നെ മോണപഴുപ്പ് ഞാൻ പറഞ്ഞില്ല, ജിഞ്ചോയിറ്റിസ്, അത് സാധാരണയാണ്. അത് വായിക്കൊരു മണവും. ചിലപ്പോൾ നമ്മളിങ്ങനെ കൈകൊണ്ട് പല്ലിൻ്റെ അടിയിലോട്ട് ഞെക്കിയാൽ അതിന് ചില പഴുപ്പൊക്കെ വരും, ഭയങ്കര മണമായിരിക്കും. ഡയബറ്റീസ് പേഷ്യൻസിന് ഇത് കൂടുതലാണ്. പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം, എന്നാലും ഡയബറ്റീസ് രോഗികളിൽ ഇത് കൂടുതലാണ്. ഭയങ്കര ഒരു ദുർഗന്ധമൊക്കെ വരാം. മോണപഴുപ്പിനുള്ള ഏറ്റവും എന്നാൽ ദിവസവും പല്ല് തേച്ചാലും ഒക്കെ അത് മാറുകയില്ല. അവരുടെ വായിന്ന് വരുന്നതിനും ഒക്കെ ഒരു ദുർഗന്ധമായിരിക്കും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് കലണ്ടല തന്നെ, ഔഷധം കലണ്ടല തന്നെയാണ്. പിന്നെ വേറൊരെണ്ണം ബെല്ലോണായും മെർക്ക അയോഡൈഡും കൊള്ളാം. രക്തസ്രാവത്തോടു കൂടിയും ദുർഗന്ധത്തോടു കൂടിയും ശ്വാസത്തിന് പോലും ദുർഗന്ധമായിരിക്കും. നമുക്ക് തന്നെ അറിയാം. ഇങ്ങനെ കൈ ഇങ്ങനെ വാഴയുടെ മുമ്പിൽ വെച്ചിട്ട് ഊതിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ആ മണം അറിയാൻ പറ്റും. രാത്രിയിലായിരിക്കും അത് കൂടുതൽ വരുന്നത്. ഈത്ത ഒലിപ്പും കാണും. മെർസോൾ കേക്കാവോ ഡോക്ടറെ? കേക്കാം. ആരും കാണുന്നില്ല. കറുത്ത ഞാന് ഇപ്പൊ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി. ഓക്കെ. ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാനും ഇല്ല, ആരും ഇല്ലാത്തൊരു. ഞാൻ ഇപ്പൊ നോക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. അതെ ഞാൻ കണ്ടു. ആരും ഇല്ലാതെ വന്ന ആൾക്കാർക്ക് മോശം തോന്നുന്നു. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ വേറൊന്നും വേദനയോട് കൂടിയുള്ളതാണെങ്കിൽ ഹെപ്പാർസൾഫാണ് മരുന്ന്. പഴുപ്പൊക്കെ വന്നു അത് ഞെക്കിയിട്ടും പോയില്ലെങ്കിൽ ഹെപ്പാർസൾഫ് കൊടുക്കുക. ഹെപ്പാർസൾഫ് പരാജയപ്പെട്ടാൽ സൈലീഷ്യ മെഡിസിന്. വേറൊരു ഹെക്കലാവ, ഒരു ഭയങ്കര അടി, ഈ താടിയെല്ലിനും അതിനും അടുത്തുള്ള സംഗതികൾക്കെല്ലാം പല്ലിനും ഒക്കെ ഉള്ള കുഴപ്പങ്ങളാണെങ്കിൽ ഹെക്കലാവ ഒരു നല്ല മെഡിസിനാണ്. പരുവ് വരികയാണെങ്കിൽ ബോറാക്സ് മരുന്ന്. കാൽസ്യത്തിന്റെ കുറവ് കൊണ്ട് പല്ലിന് ഇനാമൽ നഷ്ടപ്പെടുന്നത് കൊണ്ട് ഉണ്ടാകുകയാണെങ്കിൽ, മോണപഴുപ്പ് ഉണ്ടാകുകയാണെങ്കിൽ ബോറാക്സ് മെഡിസിന്. കാൽസ്യത്തിന്റെ കുറവ് കൊണ്ട് വരുന്ന മോണപഴുപ്പ്, പല്ലിന്റെ ഇനാമൽ നഷ്ടപ്പെടുന്ന കാൽക്കറിയ ഫ്ലോറും നല്ലൊരു മെഡിസിനാണ്. അത് നമ്മൾ അതിന് കമ്പയർ ചെയ്യണം. പിന്നെ മോണയിൽ തൊടുമ്പോൾ വേദനയും രക്തസ്രാവം ഉണ്ടാകുമെങ്കിൽ ആർജിനൈട്രിക്കുമാണ് മോണപഴുപ്പിന് പറ്റിയ മെഡിസിൻ. പല്ല് പറിച്ചതിന് ശേഷം മോണയിൽ അനുഭവപ്പെടുന്ന വേദനയ്ക്ക് നല്ലതാകുന്ന വേറൊരു ഇതാണ് നമുക്കറിയാവുന്ന ഹൈപ്പറിക്കം. നമ്മുടെ വളരെ ഒരു വേദന സംഹാരിയാണ്, വളരെ പ്രയോജനപ്പെടുന്ന ഒരു മെഡിസിനാണ്. പിന്നെ മോണയ്ക്ക് നീർവീക്കം,
രക്തം കലർന്ന ഉമിനീർ സ്രാവം പല്ലുകൾക്ക് കേട് കാണുകയില്ല. പുറമേ നോക്കുമ്പം ഒരു കുഴപ്പമില്ല, പക്ഷെ പല്ലിന്റെ ഇടയ്ക്കൂടെ രക്തം വരും, മോണയ്ക്ക് ഒരു നീർക്കെട്ടും കാണും. അതിന് മേക്കാർവാണ് മരുന്ന്. പിന്നെ പല്ലിന്റെ മോണയുടെയും വേദന സ്പർശനം കൊണ്ട് വർദ്ധിക്കുന്നു. ആഹാരം കഴിക്കുമ്പോൾ വേദനയ്ക്ക് ആശ്വാസം കിട്ടും. സാധാരണ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ കൂടുക ചെയ്യുന്നത്, എന്താ ആഹാരം കഴിക്കുമ്പോൾ കുറവ് കിട്ടുന്നു. ഭയങ്കരമായിട്ട് വായിക്കൂടെ ദുർഗന്ധവും ഉമിനീരും ഇങ്ങനെ വരികയാണെങ്കിൽ, തണുപ്പടിച്ചാൽ ഇത് കൂടുകയും ചെയ്യുകയാണെങ്കിൽ പ്ലാന്റാഗോ ആണ് അതിന്റെ മെഡിസിൻ. ഇരുണ്ട് ആരെങ്കിലും ഉണ്ടോ? കൈ വെക്കുന്നുണ്ടോ? നോക്കുന്നുണ്ടോ? അതാരും ആർക്കും താല്പര്യമില്ലാതെയാണോ? 63 പേര് കയറിയിട്ടുണ്ട്. ഉണ്ട്. എല്ലാരും സാറിന്റെ ക്ലാസ് ശ്രദ്ധിക്കുകയാണ്. ആരും കൈ പൊക്കിയിട്ടില്ല. പിന്നെ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്, ഡെന്റൽ കാൽക്കുലസ് പ്രിവെൻഷൻ. എനിക്ക് ഇതേവരെ അങ്ങനെ ഒരു കാൽക്കുലസ് കിട്ടിയിട്ടില്ല. ഇതേവരെ സത്യം പറയാ, ഞാൻ ഇതേവരെ ചികിത്സിച്ചിട്ടില്ല. ഉള്ള സത്യം പറയണ്ടേ, അറിയാമെങ്കിലല്ലേ പറയാവുള്ളൂ. എനിക്ക് ഡെന്റൽ കാൽക്കുലസ് ഇതേവരെ കിട്ടിയിട്ടില്ല. സത്യം കേട്ടിട്ടുണ്ട് ഓരോരുത്തർ പറയുന്നത്. എനിക്ക് സ്വന്തമായിട്ട് ഇന്നേവരെ അങ്ങനെ ഒരു കേസ് കിട്ടിയിട്ടില്ല. പിന്നെ ഞാനത് നോക്കി പഠിച്ചിട്ട് ആരെങ്കിലും എന്നെ പേഴ്സണായിട്ട് വിളിച്ചാൽ ഞാൻ നോക്കി പഠിച്ചതിന് ശേഷം പറയാം. എനിക്ക് ഇതേവരെ അങ്ങനെ ഒരു കേസ് വന്നിട്ടില്ല. സോറി. ഓക്കെ സാറേ. ഓക്കെ. ഇരുണ്ട നിറം മങ്ങിയ പല്ല് ദ്രവിച്ച പൊടിഞ്ഞു പോവുക, ബ്രഷ് ചെയ്യുമ്പോൾ മോണയിൽ നിന്ന് രക്തസ്രാവം, ബ്രഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. സാറേ ശാന്താചന്ദ്രൻ മാഡം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, എന്താ പറയാൻ? ശരി, മൈക്ക് ഡോക്ടർ ശാന്താചന്ദ്രനോട്ട് കൈമാറുന്നു. ആരും പറയാനില്ലെങ്കിൽ വിളിച്ചാൽ സാറിനെ വീണ്ടും വിളിക്കും. ഓക്കെ മാഡം ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മാഡം. ഓക്കെ മാഡം. ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. ഇത് ഡെന്റൽ ആണെങ്കിലും മൗത്ത് റിലേറ്റഡ് ആണല്ലോ. ഈ സലൈവറി ഗ്ലാൻഡിലുള്ള കല്ലിന് എന്താ നമ്മൾ കൊടുക്കുക? അത് തന്നെ ഞാൻ പറഞ്ഞു. എനിക്ക് അങ്ങനെ ഇതേവരെ അനുഭവം ഇല്ലെന്ന് ഞാൻ പറഞ്ഞു കേട്ടില്ലേ? ഉണ്ടെങ്കിൽ ഞാൻ പഠിച്ചതിന് ശേഷമല്ലേ ആരോടെങ്കിലും ചോദിച്ചിട്ട്. അത് കല്ല് വന്നിട്ടേ ഒരു പേഷ്യന്റ് ഒരു 10-18 ഇപ്പൊ എൻട്രൻസ് എഴുതുന്ന ഒരു പെൺകുട്ടിയാ. അപ്പൊ അതിന്റെ നാക്കിന്റെ അടിയിൽ ഒരു കല്ലുണ്ട്, പിന്നെ ഈ ചെവിയുടെ അവിടുത്തെ പരോട്ടിഡ് ഗ്ലാൻഡിലും ഉണ്ട്. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ വീർത്ത് വരും. അവര് ഫോട്ടോ എടുത്തുകൊണ്ടൊന്ന് കാണിച്ചു. അപ്പൊ ഭക്ഷണം അത് പുളിയുള്ളതാ കഴിക്കുന്നെങ്കിൽ വളരെ കൂടുതലായിട്ട് നാക്കിന്റെ അടിയിലുള്ള അതിങ്ങനെ വീർത്ത് വരും. ഈ ചെവിയുടെ അവിടെയുള്ള പരോട്ടിഡ് ഗ്ലാൻഡും വീർത്ത് വരും. അപ്പൊ ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ. ഞാൻ ഡോക്ടറുടെ എനിക്കറിയാൻ മേലെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ചു. അത് ആരെങ്കിലും ഇവിടെ ഈ 63 പേരുണ്ടല്ലോ, ആരെങ്കിലും പരിചയമുള്ളവരൊന്ന് പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഈ സലൈവറി ഗ്ലാൻഡിൽ കാൽക്കുലസ് ഉള്ളപ്പോ എന്താ സാധാരണ അലോപ്പതിക്കാർ പറയുന്നത്, പുളിയുള്ള സാധനം വായിലിട്ട് ചവയ്ക്കും, ഇങ്ങനെ വായിലിട്ട് അലിച്ചിറക്കണമെന്നാണ് പുളിയുള്ള സാധനം. അപ്പോഴീ കല്ല് അലിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പുളിയുള്ള സാധനം ചവച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങ് വീർത്ത് വരും. ഇങ്ങനെ വീങ്ങി വന്നത് കൽക്കേരിയ റിനാലിസ്. ഓക്കെ, കൊടുത്തു നോക്കാം. ഞാൻ ജബോറാണ്ടി കൊടുത്ത്, ജബോറാണ്ടി എല്ലാ നമുക്ക് ഗ്ലാൻഡിന് നല്ലതാണല്ലോ. പിന്നെ ഏത് കല്ലും അലിയാനായിട്ട് ലിഥിയം കാർബ് നല്ലതാണെന്ന് ഒരിക്കൽ ഇവിടെ ക്ലാസ്സിൽ കേട്ടിട്ട് അത് കൊടുത്ത്. പക്ഷെ അത് കുറഞ്ഞെന്ന് പറഞ്ഞാലും ഈ ഇത്തിരി പുളിയുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് വീർത്ത് വരുമെന്നാണ്. അത് ഫോട്ടോ വീർത്ത് വന്നിട്ട് ഫോട്ടോ എടുത്തോണ്ടൊന്ന് കാണിച്ച്. അപ്പൊ അനുഭവം ഉള്ളവരൊന്ന് പറഞ്ഞ് കേട്ടാൽ കൊള്ളാം. കൽക്കേരിയ റിനാലിസ് കൊടുക്കാം. താങ്ക് യു ശൈല. ഓക്കെ മാഡം. ഓക്കെ. കൽക്കേരിയ റിനാലിസ് ഇനി എന്തെങ്കിലും ഇപ്പൊ ശാന്താചന്ദ്രൻ മാഡം പറഞ്ഞതുപോലുള്ള കേസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പല്ലിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ ഹോമിയോപ്പതി ആസ്പെക്ട് എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹാൻഡ് റൈസ് ചെയ്ത് വരണം. ഇനി നമുക്ക് ഒരുപാട് സമയമുണ്ട്. ഇപ്പോഴാകുമ്പോൾ എല്ലാവരുടെയും സംശയങ്ങളോ അഭിപ്രായങ്ങളോ പറയാനുള്ള സമയമുണ്ട്. പല്ലിന്റെ കേസുകൾ ഏതെങ്കിലും ഒക്കെ വന്നിട്ടുള്ള എക്സ്പീരിയൻസുകൾ വേണമെങ്കിൽ പറയാം. സമയമുണ്ട്. ആർക്കും ഒന്നും പറയാനില്ലേ?
ആ, സലീം കുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓരോരുത്തരായിട്ട് ഹാൻഡ് റൈസ് ചെയ്ത് വരണേ. ആ, അൺമ്യൂട്ട് ചെയ്തേ ഡോക്ടറെ. ഓ, ആരും പറയാത്തതുകൊണ്ട് ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞേക്കണ ഒരു കഥ ഇതിലെ പുതിയ ആൾക്കാർ കേൾക്കട്ടെ എന്ന് വെച്ച് പറയാണ്. ഞാനൊരു പോളി ക്ലിനിക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഹോമിയോപ്പതി നോക്കിയിരുന്ന ഞാനാണ്. അലോപ്പതിക്ക് വേറെ ഡോക്ടറുണ്ട്, ഡെന്റിസ്റ്റിന് വേറെ ഡോക്ടറുണ്ട്, അങ്ങനെ പലരും ഉണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ ഞാനൊരു അടാറും അല്ലെങ്കിൽ എന്റെ റെപ്പർട്ടറിയൊക്കെ ഈ അലോപ്പതി ഡോക്ടർമാരൊക്കെ തുറന്നു നോക്കും. ഇവരിതൊക്കെ കണ്ട് ഞെട്ടിയോട് നിങ്ങൾക്ക് ഇതിനും വരുന്നുണ്ട്, ഇതൊക്കെ എല്ലാവരും ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഡെന്റിസ്റ്റായ ഡോക്ടറായിട്ട് ഞാനൊരു പ്രത്യേക കമ്പനിയാണ്. അപ്പൊ അയാൾ നോക്കിയപ്പോൾ നമ്മുടെ ടീത്ത് ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ മെഡിസിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ബുക്ക് വായിച്ചിട്ടുണ്ട് അയാൾ. പക്ഷേ ഇതൊരിക്കലും മെഡിക്കലി പറ്റൂലെന്നാണ് ഞങ്ങളൊക്കെ പഠിക്കുന്നത്, നിങ്ങൾ കാര്യം വരുന്നുണ്ട്. എങ്കിൽ നമുക്ക് പരീക്ഷ നോക്കണമല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ കറുത്ത പല്ലായിട്ട് വന്നപ്പോഴേക്കും അങ്ങേര് എന്ത് ചെയ്തു, പുള്ളി അലോപ്പതി മരുന്നാണ് എന്നുള്ള രീതിയിൽ തന്നെ ഹോമിയോ മെഡിസിൻ നമ്മുടെ ഇത് കൊടുത്തു, കൽക്കേരിയ ഫോസ്. പിന്നെ ഞാൻ ക്രിയോസോട്ട് ചേർത്തതായിട്ടല്ല ഓർമ്മ, എനിക്ക് മുഴുവൻ ഓർമ്മയില്ല. 12 വർഷത്തിന് മുമ്പാണ്. ഏതായാലും ഇയാൾ നല്ല കത്തി കാശ് അവരോട് മേടിച്ച് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഈ മോളിൽ നിന്ന് പല്ല് വെളുത്ത് താഴോട്ട് വരാൻ തുടങ്ങി. ആ കറുത്ത പല്ല് മോളിൽ നിന്ന് വെളുപ്പ് കയറി ഫുൾ വെളുപ്പായി. അത് കഥയുടെ 1-ാം ഭാഗം. ഇനി 2-ാം ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കാക്കനാടാണ് കൈരളി ടിവിയുടെ ഓഫീസ്. ഞാൻ വർക്ക് ചെയ്യുന്നതിന്റെ അടുത്താണ്. അപ്പൊ കൈരളി ടിവിയിലെ ആളുകളൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഡോക്ടേഴ്സ് എന്തോ ഒരു ഡോക്ടർമാർ വരുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഇദ്ദേഹം ഒരു ദിവസം അതിൽ പങ്കെടുത്തപ്പോഴേക്കും അതില് ഒരു അമ്മമ്മ പേരക്കിളാവിനോട് ചോദിച്ചു, അവന്റെ പല്ലൊക്കെ കറുത്തുപോയി, എന്ത് ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഇതിന് മരുന്നില്ലെന്നാണ് ശാസ്ത്രം പറയണത്, പക്ഷെ മറ്റ് സയൻസിൽ ഹോമിയോപ്പതിയിൽ അതിന് മരുന്നുള്ളതായിട്ട് എനിക്ക് ഏറ്റവും ബോധ്യമുണ്ട്. നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ഹോമിയോ ഡോക്ടറെ പോയി കാണും, അപ്പൊ അത് മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് വൈകിട്ട് അദ്ദേഹത്തിന് IDA, ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ ആളുകൾ അദ്ദേഹത്തെ വിളിച്ച്, നിങ്ങൾ ഹോമിയോപ്പതി പ്രചരിപ്പിക്കാൻ പോയി ഇരിക്കണം എന്തിനാണെന്നൊക്കെ ചോദിച്ച് അദ്ദേഹത്തിന് 8 വാണിംഗ് കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതെ, ഓക്കെ. അപ്പൊ അത് എന്താണ്, പുള്ളി അത് ശരിയാക്കി കാണും. അതെ. ഓക്കെ. സലീം കുമാർ ഡോക്ടറെ. അടുത്തത് ദേവൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ദേവൻ ഡോക്ടറെ വിളിക്കാം. ദേവൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തേ. ആ, നമസ്കാരം. അതുപോലെ മറ്റാരും സംസാരിക്കാനില്ലാത്തത് കൊണ്ടാണ് ഞാനും സംസാരിക്കുന്നത്. ഓക്കെ. നമുക്ക് ഇവിടെ ഇത്രയും പേരുണ്ട്, എല്ലാവരും അവരുടെ അനുഭവങ്ങൾ പറഞ്ഞ നല്ല കാര്യമായിരുന്നു. ഈ ചർച്ച ഒന്ന് സജീവമാവണമെങ്കിൽ ഞാനും ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ കേൾക്കാൻ തന്നെയാണ് കയറിയിരിക്കുന്നത്. എന്തായാലും ശാന്താചന്ദ്രൻ ഡോക്ടർ പറഞ്ഞ സലൈവറി കാൽക്കുലസ് ഞാൻ ചികിത്സിച്ചിട്ടില്ല, എൻ്റെ ഒരു ഫ്രണ്ട് ചികിത്സിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനത് അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് അന്ന് അവരെ 2 കല്ലെടുത്ത് വാട്സപ്പില് ഇട്ടിരുന്നു. ഈ കല്ല് ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ ഇട്ടിരുന്നു. അവര് മരുന്ന് കൊടുത്തതിന് ശേഷം ഈ കല്ല് പുറത്ത് വന്നിട്ട് അതെടുത്ത് വാട്സപ്പിൽ ഇട്ടിരുന്നു. എനിക്ക് ആ മരുന്ന് കൽക്കേറിയ ഫ്ലോർ ആണെന്നാണ് എൻ്റെ ഓർമ്മ, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പൊ ഞാൻ എന്തായാലും അത് അന്വേഷിച്ചിട്ട് പറയാം. എനിക്കിതുവരെ അങ്ങനെ ഒരു കേസ് വന്നിട്ടില്ല, സലൈവറി കാൽക്കുലസ്. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഇങ്ങനെ അന്ന് ഞാനത് ഈ കുറെ വർഷങ്ങൾക്ക് മുമ്പ്, അധികം വർഷമായി, എന്നാലും ഒരു 10 വർഷമായിട്ടുണ്ട്. അന്ന് ഇങ്ങനെ ഈ ഫോട്ടോ ഒക്കെ എടുത്തിട്ടിരുന്നു, വലിയ ഇതായിട്ട് ഇങ്ങനെ സലൈവറി കാൽക്കുലസ് നമ്മുടെ മെഡിസിൻ കൊണ്ട് മാറി എന്ന് വേണ്ട ഇട്ടിരുന്നു. അപ്പോഴാണ് ഞാനും ഇത് ശ്രദ്ധിക്കുന്നത് തന്നെ. പക്ഷെ ഇതുവരെ അതിന് ശേഷം മുമ്പോ വന്നിട്ടില്ല. അതുകൊണ്ട് കൽക്കേറിയ ഫ്ലോർ ആണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. പിന്നെ പൊതുവായിട്ട് പറയാനുള്ളത്, ഈ പല്ല് കടിക്കുന്നതിന് സാധാരണ എല്ലാവരും കൊടുക്കാത്ത ഒരു മെഡിസിൻ ചില ഗുരുക്കന്മാരുടെ ഒക്കെ കിട്ടിയിട്ടുള്ള ഒന്ന് മൈഗേലാണ്. എല്ലാവരും കൊടുക്കുന്നത് നമുക്കറിയാം, സിന, അങ്ങനെയുള്ള ചമോമില, ഇങ്ങനെ ഫൈറ്റിലൊക്ക. ദന്തീഷൻ ഡ്യൂറിങ് ഫൈറ്റിലൊക്കെയും ചമോമിലയാണ്. അത് അവര് വന്ന് പറയും, അവന് പല്ലിന് ഭയങ്കര മുരുമുരുപ്പാണ്, പല്ല് വരാനുള്ള ഇതാണ് എന്നതാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാവുന്ന മരുന്ന് ഫൈറ്റിലൊക്കെയുടെ ഒരു സിംറ്റം തന്നെ ബൈറ്റിങ്, ആ ഡിസയർ ടു ബൈറ്റ് എന്നുള്ള ഒരു സിംറ്റം തന്നെ ഫൈറ്റിലൊക്കെ ഉണ്ട്. അത് പല്ലുവേദന വരുമ്പോഴും കല്ല് പഠിച്ചു പിടിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഫൈറ്റിലൊക്കെ കൊടുക്കാം. പക്ഷെ ഇവിടെ കുട്ടികളുടെ കാര്യത്തിൽ ദന്തീഷൻ ഡ്യൂറിങ് ഇറിറ്റേഷൻ ആയിരിക്കും. ചമോമില അതുകൊണ്ടാണല്ലോ ചമോമില ആക്ട് ചെയ്യുന്നത്. പൊതുവെ ഇറിറ്റേഷനും
എല്ലാത്തിനും പല്ലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ദന്തീഷൻ, അതായത് ദന്തീഷന്റെ സമയത്ത് വരുന്ന വയറിളക്കത്തിനും ചുമയ്ക്കും ഛർദിക്കും പനിക്കും ഇതിനൊക്കെ പല മരുന്നുകളുണ്ട്. എന്നാലും എല്ലാത്തിലും വരുന്ന ഒരു മെഡിസിൻ തമോമില തന്നെയാണ്. അത് അവിടെ അപ്പോൾ ഉണ്ടാകുന്ന ആ എറപ്ഷൻ മൂലം ഉണ്ടാകുന്ന ഒരു ഇറിറ്റേഷൻ മൂലമാണോ, അങ്ങനെ ഒരു മൈൻഡും കൂടി ഉള്ളത് കൊണ്ടാണോ എന്നൊക്കെ ഇതിനൊക്കെ മറ്റ് ധാരാളം മെഡിസിൻസ് ഉണ്ട്. ഞാൻ ഇങ്ങനെ കോമൺ ആയിട്ട് കാണുന്ന ഒരു മെഡിസിൻ തമോമിലയാണ്. ഇതിനെല്ലാത്തിനും പനിക്കും ഒക്കെ കൊടുക്കാം. പിന്നെ ഈ പല്ലുകടിക്ക് നമ്മുടെ ബെല്ല് ഒരു പ്രധാന മെഡിസിൻ ആണ്. അതാരും വിട്ടുപോകരുത്. ട്യൂബർക്കുലിനും ഒരു മയാസ്മാറ്റിക് എന്നൊന്നും വിളിക്കണ്ട അതിനെ. നിങ്ങൾക്ക് സാധാരണ കൊടുക്കണ മരുന്നൊന്നും കൊടുത്തിട്ട് കുറഞ്ഞില്ലെങ്കിൽ ട്യൂബർക്കുലിന് ഒരു ഡോസ് കൊടുക്കുക. അത്രയൊക്കെ നോക്കിയേച്ചാൽ മതി. ഇനി മയാസം എന്ന് വിളിക്കണേ അങ്ങനെ വിളിക്കുകയും ചെയ്യാം. അതിനൊന്നും എനിക്ക് ഇതില്ല. പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുന്ന കുറെ മെഡിസിൻസ് ഉണ്ടല്ലോ പല്ലുകടിക്ക്, അതൊക്കെ കടിച്ചിട്ടും കുറയുന്നില്ലെങ്കിൽ എന്തായാലും എല്ലാവരും മൈഗയിൽ ഒരു നെർവസ് ഇറിറ്റേഷനും കൂടി ഉള്ളത് കൊണ്ടായിരിക്കും എന്നാണ്. മൈഗയിലും അത് ഒന്ന് കൊടുത്തു നോക്കണം. സാധാരണ ഉള്ളത് കൊണ്ട് മാറിയില്ല എങ്കിൽ. പിന്നെ പല്ലുവേദനയായിട്ട് പല്ലുവേദനയ്ക്ക് നമുക്ക് സാധാരണ തണുപ്പ് ചൂടും ഒക്കെ വെച്ചിട്ട് ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. അതിലൊന്ന് മാങ്കാന അസറ്റിക്കം, തണുപ്പ് കൊണ്ട് വർദ്ധിക്കുന്നതിന് നമ്മൾ മെർസോളൊക്കെ പറയുമെങ്കിലും മാങ്കാന അസറ്റിക്കം കഴിഞ്ഞ മെർസോൾ പോലും, മെർസോളിന്റെ സിംറ്റം എല്ലാം ഉണ്ടെങ്കിൽ മെർസോൾ തന്നെ കൊടുക്കണം. ടിപ്സ് പറയുന്നത് ഒരു അല്ലാതുള്ള ഒരു കണ്ടീഷൻസിൽ മാത്രമാണ് ടിപ്സ്. നിങ്ങൾ അതിന് ആ രീതിയിൽ എടുക്കുക. ഇപ്പോ തണുത്ത വെള്ളം കൊണ്ട് കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെർസോളിന്റെ കോമൺ ആയിട്ടുള്ള നമുക്ക് അറിയാം വാം റിലീഫാണ്. പക്ഷെ ഇത് മാങ്കാന അസറ്റിക്കം തന്നെയാണ് ഫസ്റ്റ് മെഡിസിൻ. പിന്നെ ഇപ്പൊ കാരീസ് ഉണ്ടെങ്കിലും അതിന്റെ നേച്ചറും ഒക്കെ നോക്കിയിട്ട് രാത്രി കൂടുന്നു സലൈവേഷൻ ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് നമുക്ക് മെർസോൾ കൊടുക്കാൻ പാടില്ല എന്ന് മെർസോൾ ആണെങ്കിൽ മെർസോളിന്റെ കേസിൽ മെർസോൾ തന്നെ ആക്ട് ചെയ്യത്തുള്ളൂ. ഞാനൊരു ജനറൽ ആയിട്ട് മാങ്കാനം പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ കോഫിയ, നമ്മൾ തണുപ്പിന് കോഫിയ പറയാറുണ്ട്. പക്ഷെ വേറെ പൾസായിട്ടുള്ള വേറെ പല മെഡിസിൻസും ഉണ്ട് തണുപ്പ് കൊണ്ട് കുറയുന്നതിന്. ഒറ്റ മെഡിസിൻ അല്ല. പിന്നെ പല്ല് വേദന ചെവിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ അത് പിന്നെ ഉള്ളത് എന്താണ് പല്ലുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, പല്ലിന്റെ നിറവ്യത്യാസത്തിന്, ഈ മഞ്ഞ നിറത്തിന് എനിക്ക് അനുഭവം ഉള്ളത് ലൈക്കോപോഡിയം കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്. വേറെ ഉള്ള ബ്ലാക്കൊന്നും അങ്ങനെ വന്നിട്ടും ഇല്ല. എന്നാൽ കുറെയൊക്കെ മെഡിസിനൊക്കെ കൊടുക്കുമ്പോൾ മാറിയതാണോ, ഇനി ചെറിയ വ്യത്യാസമൊക്കെ വരാറുണ്ട്. പക്ഷെ ലൈക്കോപോഡിയം മഞ്ഞ നിറത്തിലുള്ള പല്ലിന് ലൈക്കോപോഡിയം കൊടുത്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ലൈക്കോപോഡിയം കുട്ടികൾ അവരുടെ അറിയാമല്ലോ, അവര് കിടന്നു കഴിഞ്ഞാൽ വട്ടം കറങ്ങി തൊഴിക്കും അമ്മയൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വശം കറങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് ലൈക്കോപോഡിയം ആയിരിക്കും. എന്നിട്ട് നല്ല ചവിട്ടും കൊച്ചു കുട്ടികൾ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളും കൂടി ആണെങ്കിൽ ലൈക്കോപോഡിയം നന്നായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. എനിക്ക് മഞ്ഞ നിറം കുട്ടികളിൽ പലർക്കും കാണാറുള്ളതുകൊണ്ട്, ബ്ലാക്ക് അങ്ങനെ എനിക്ക് അധികം കിട്ടിയിട്ടില്ല, ഉള്ളതുകൊണ്ട് എനിക്ക് ലൈക്കോപോഡിയം പല കേസുകളിലും ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രായമായവർക്ക് വരുന്ന വിസ്ഡം ടീത്തിന്റെ ഇതിന് സൈലീഷ്യ നല്ല മെഡിസിൻ ആണ്. സൈലീഷ്യ ഫ്ലൂറിക് ആസിഡ് ഒക്കെ ഉണ്ടെങ്കിലും സൈലീഷ്യയാണ് പലപ്പോഴും വിസ്ഡം ടീത്ത് എറപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന എന്ത് കംപ്ലൈന്റിനും സൈലീഷ്യയിലാണ് സാധാരണ തുടങ്ങാറുള്ളത്. മറ്റ് മെഡിസിൻസും ഇൻഡിക്കേറ്റഡ് മെഡിസിൻസ് വന്നു കഴിഞ്ഞാൽ അത് കൊടുക്കാം. ഇതൊക്കെയാണ് പൊതുവായിട്ട്. പിന്നെ റൂട്ടും ക്രൗണും ഡീക്കെ ഒക്കെ വെച്ചുള്ളതെല്ലാം നമുക്കറിയാം. പിന്നെ പൊതുവായിട്ട് ക്വസ്റ്റ്യൻ ഒന്നും വന്നിട്ടില്ല. ഇതൊക്കെയാണ് പൊതുവായിട്ട് പറയാൻ. ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, അതിപ്പോ കാണുന്നില്ലല്ലോ. പ്രശോഭനൻ ഡോക്ടർ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. അതുപോലെ പല്ലിലുണ്ടാകുന്ന പുളിപ്പിന് കാൽക്കേരിയ ഫ്ലോർ ഹൈപ്പോട്ടൻസി നല്ലൊരു ആക്ഷൻ ഉള്ള മെഡിസിൻ ആണ് കേട്ടോ. കാൽക്കേരിയ ഫ്ലോർ പല്ല് പുളിപ്പിന്. ഡോക്ടർ സുരേഷ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ച്. സുരേഷ് ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ചെയ്യാൻ പറ്റുന്നില്ലേ? ഒന്നുകൂടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ ഡോക്ടറെ.
സുരേഷ് ഡോക്ടർ ഒന്നുകൂടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. പറ്റുന്നില്ലേ? സുരേഷ് ഡോക്ടർക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ദേവൻ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞോ? ദേവൻ ഡോക്ടർ പറഞ്ഞില്ലേ പല്ലുവേദന ചെവിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനുള്ള മെഡിസിനും കൂടെ ഒന്ന് പറയാൻ. കൺജനൈറ്റൽ യെല്ലോ സെൻസിറ്റീവ് ടീത്ത്. യെല്ലോ ടീത്തിന് ലൈപ്പോപ്പൊടിയാണ് പറഞ്ഞത്. കൺജനൈറ്റൽ യെല്ലോ ദേവൻ ഡോക്ടറെ അത് ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. കൺജനൈറ്റൽ ടെട്രാസൈക്ലിൻ വല്ലതും കൊടുത്തിട്ടാണോ? ടെട്രാസൈക്ലിൻ ആണ് പണ്ടൊക്കെ അങ്ങനെ കാണാറുണ്ടല്ലോ, ഇപ്പൊ അങ്ങനെയൊന്നും അത്രയും കാണാറില്ല. അത്രയും വലിയ ടെട്രാസൈക്ലിൻ സൈഡ് എഫക്റ്റ് ആയിട്ട് പണ്ട് ഇങ്ങനെ ഭയങ്കര മഞ്ഞ നിറമായിട്ട്, അതുകൊണ്ട് അവരിപ്പോ അത് കൊടുക്കാറുമില്ല പ്രഗ്നൻസിയിൽ. ടെട്രാസൈക്ലിൻ കൊടുത്താൽ കുട്ടികൾക്ക് ഭയങ്കര മഞ്ഞ നിറം വെച്ച് കഴിഞ്ഞാൽ അത് അതിന് ദേവൻ നമ്മൾക്ക് ഡോക്ടർ ഈ ടെട്രാസൈക്ലിൻ മാത്രമേ ഉള്ളൂ, അത് എല്ലാ ആന്റിബയോട്ടിക്കും ഉണ്ടോ? എന്താ അല്ല, മഞ്ഞ നിറം വരുന്നതിന്റെ കാര്യം ഞാൻ പറഞ്ഞ, മറ്റുള്ള അതെ, എല്ലാ ആന്റിബയോട്ടിക് മഞ്ഞ നിറം ചില ആന്റിബയോട്ടിക്കുകൾ സ്ഥിരം കുറെ കൊടുക്കുമ്പോ ചിലതിനെല്ലാം അങ്ങനെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലതിനൊക്കെ കാണാറുണ്ടോ? അതെ, ഉണ്ടായിരിക്കും, എനിക്കത് അത്രയും അറിയില്ല. അങ്ങനെ ഇത് അവര് കൊടുക്കാറില്ല. അതിന് പണ്ടിങ്ങനെ പല കേസ് എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ അങ്ങനെ കൊടുക്കാറില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വരുന്നതായിട്ട് കണ്ടിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര ഈ ടെട്രാസൈക്കിളിന്റെ മഞ്ഞ നിറം ഞാൻ കണ്ടിട്ടുണ്ട്. അത് അതിന്റെ അത് ഒരു കുറച്ച് നല്ല അവര് ഇപ്പോഴും അവരുണ്ട്, അവരുടെ പല്ല് ഇപ്പോഴും ആ നിറം തന്നെയാണ്. ഓക്കെ. സുരേഷ് ഡോക്ടർക്ക് എന്താണ് ചോദിക്കാനുള്ളത്? ഡോക്ടർ നമസ്കാരം. ഞാൻ ചോദ്യത്തിനല്ലായിരുന്നു, നമ്മുടെ ശാന്താചന്ദ്രൻ ഡോക്ടർ ഇടയ്ക്കൊരു അഭിപ്രായം റീനൽ സ്റ്റോൺ അല്ലെ, അതിനുള്ള സ്റ്റോണിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി മാത്രം. ഓക്കെ. അതെന്താ വെച്ചാൽ ഞാൻ അന്ന് ചെയ്തത്, ഡോക്ടർ ഇത്രയേ ഉള്ളൂ, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് കൊടുത്തു, പ്ലസ് അതിൻ്റെ കൂടെ അന്ന് ഞാൻ കൊടുത്തത് സൈലൂഷ്യ കൊടുത്തു. അത് കൂടാതെ പിന്നെ ഞാൻ അന്ന് ചെയ്തിരുന്നത് ഈ വാഴപ്പിണ്ടിയുടെ നീരുണ്ടല്ലോ, വാഴപ്പിണ്ടി നീര് ഡെയിലി ഇവരെ കൊണ്ട് കഴിപ്പിക്കുമായിരുന്നു. ഡെയിലി കഴിക്കണം, ഓരോ സ്പൂൺ വെച്ചിട്ട് കഴിക്കണം എന്ന് പറയും. അതെനിക്ക് മറ്റൊരു തരത്തിൽ കിട്ടിയ ഐഡിയ ആയിട്ട് കുറച്ച് ചെയ്തതാണ്. എനിവേ എന്താ, പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, കുളിക്കുമ്പോൾ ഇവരെ കുളിക്കാനായിട്ട് ഇങ്ങനെ തലയിൽ വെള്ളം കോരി ഒഴിക്കുമല്ലോ, ഒഴിക്കുന്ന സമയത്ത് ഈ താടിയുടെ താഴെ നിന്ന്, അതായത് നമ്മുടെ പിന്നെ സലിവറി ഗ്ലാൻഡിൻ്റെ റീജിയനിൽ ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും നടുക്കോട്ട് മിഡിൽ പാർട്ടിലേക്ക് വിരലുകൊണ്ട് പ്രസ് ചെയ്ത് തിരുമ്മി കൊടുക്കും. ഡെയിലി തിരുമ്മാൻ പറയും. നമ്മൾ കുളിക്കാനായിട്ട് എണ്ണയൊക്കെ പുരട്ടി ബാത്റൂമിൽ കയറി കഴിഞ്ഞിട്ട് രണ്ട് സൈഡിൽ നിന്ന് നമ്മുടെ ചെവിയുടെ താഴെ നിന്ന്, ചെവിയുടെ അടിഭാഗത്തു നിന്ന് താഴേക്ക് ഇങ്ങനെ മിഡിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് തിരുമ്മാൻ പറയും. അതങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഈ ഗ്ലാൻഡിലുള്ള ഈ സ്റ്റോൺ പതുക്കെ മൂവ് ചെയ്യും. അത് എക്സ്പെൽ ചെയ്യാൻ ഒത്തിരി സഹായിക്കുന്ന ഒരു കാര്യം. എനിവേ എന്തായാലും ഞാൻ ആ കേസിൽ ചെയ്തിട്ട് അവർ വരുമ്പോഴൊക്കെ അവർക്ക് മുറിവുണ്ട്, നേരത്തെ പോലെ വേദനയില്ല അങ്ങനെ പറയുമായിരുന്നു. പക്ഷെ ഇത് പോയോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. കുറച്ച് നാൾ മരുന്ന് കഴിച്ച് അവർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊരു 10 വർഷം മുമ്പുള്ള കഥയായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അന്ന് ഈ സ്കാനിങ്ങും അങ്ങനെയുള്ള പരിപാടിക്കൊന്നും അത്രമാത്രം നമ്മൾ ഇത് കൊടുക്കാറില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് വ്യക്തമായി ഒന്നും സൂക്ഷിച്ചു വെക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനൊന്നും ചെയ്ത് നോക്കിയാൽ അറിയാം ശാന്ത ഡോക്ടറെ. ഞാൻ പിണ്ടി നീര് ഡെയിലി കുടിക്കാൻ കൊടുക്കാനല്ലേ ഡോക്ടറെ? പിണ്ടി നീര് ഡെയിലി കഴിപ്പിക്കുക, ഓരോ സ്പൂൺ വെച്ച് കഴിപ്പിക്കുക. പിന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് കൊടുക്കുക, അതിന്റെ കൂടെ പ്ലസ് ഒരു സലീഷയാണ് കൊടുത്തിരുന്നത്. എന്നിട്ട് ഇങ്ങനെ മസാജ് ഡെയിലി ചെയ്യിപ്പിക്കണം ഡോക്ടറെ. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമോ? മനസ്സിലായി. താഴെ കൂടെ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് മസാജ് ചെയ്യാനായിട്ട് പ്രസ് ചെയ്ത് അവർ തന്നെ ചെയ്താൽ മതി. നല്ല പ്രസ് ചെയ്ത് അകത്തേക്ക് വിരൽ ഇറങ്ങി പോകണം. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഈ അവിടെ വീർത്ത് വന്നിട്ടുണ്ടെങ്കിൽ, സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ, ഒരു കൺജഷൻ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇത് മാറും. അത് ചെയ്യുമ്പോൾ തന്നെ അവർ പറയും എനിക്ക് വേദന കുറവുണ്ട് എന്ന് പറയും.
അങ്ങനെ ഈ ചെയ്യുന്നു. നാക്കിന്റെ അടിയിൽ വന്ന സ്റ്റോണിന് ഞാൻ ജബോറാണ്ടി കൊടുത്തിട്ട് നേരത്തെ ഒരു പേഷ്യന്റിന് പോയിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ നാക്കിന്റെ അടിയിലത്തേത് ചെറുതാ. ഈ ചെവിയുടെ താഴെയുള്ള ആ ഗ്ലാൻഡിലാണ് അതിങ്ങനെ വീർത്ത് ഒരു നാരങ്ങയുടെ അത്രയും മുഴുപ്പില് വരും അവിടെ. അതൊരു അതെ. ദിവസം നൂഡിൽസ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും വീർത്ത് വന്നിട്ട് അവരത് ആ ഫോട്ടോ എടുത്ത് എനിക്ക് കൊണ്ടുവന്ന് കാണിച്ച്. പിന്നെ ഈ ഡോക്ടറെ ജബോറാണ്ടി കൊടുത്തിട്ടും ഇല്ല പോയില്ല. അതാണ് ഞാൻ. അവരോട് അപ്പൊ ഇത് ചെയ്യും. ഒരു കാര്യം ആ കൂടെ പറയണം ഡോക്ടറെ. അവരുടെ ഫുഡിനകത്ത് മസാല, അച്ചാറ്, ഉണക്കമീൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കാൻ പറയണം. മസാല മീൻസ് ഈ സ്പൈസി ഫുഡെല്ലാം ഒഴിവാക്കാൻ പറയണം. ഒഴിവാക്കാൻ പറയണം. ഒഴിവാക്കാൻ ഓക്കെ, പറയണം. ബാക്കിയുള്ള ഫുഡെല്ലാം കഴിക്കും. ശരി. താങ്ക് യു പിന്നെ ഡോക്ടർ. താങ്ക് പിന്നെ യു. കാൽസ്യം കണ്ടന്റ് ഉള്ള ഫിഷും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കഴിക്കരുതെന്ന് പറയണം. ശരി. അതായത് നമ്മുടെ എന്താ പറയുക, നത്തോലിയോ ചൂടയോ അങ്ങനെയൊക്കെ ആ പറയുന്നത് നമ്മളിവിടെ. അത് പിന്നെ തോടുള്ള ഭക്ഷണം, തോടുള്ള ഞണ്ട്, ചെമ്മീന് ആ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കാൻ പറയണം. പിന്നെ ശരി. കക്ക ഇറച്ചി ഇങ്ങനെയുള്ള ഒഴിവാക്കാൻ പറയുക. ഇത്ര ശരി. മാത്രം ചെയ്തുകൊണ്ട് ഇതൊന്ന് ചെയ്ത് കൊടുക്കും നോക്കി. അങ്ങനെ ശരി. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. താങ്ക് യു. ഡോക്ടറെ ഓക്കെ. ഡോക്ടറെ പിണ്ടിനീര് കൊടുക്കുമ്പോ എന്തുകൊണ്ടാ കുറഞ്ഞെന്നുള്ളത് മനസ്സിലായോ? പിണ്ടുനീര് കൊടുക്കുമ്പോ പിണ്ടുനീരിനെ കല്ലിനെ അലിയിക്കാനുള്ളൊരു യെസ് യെസ്. കഴിവുണ്ട്. അല്ലെ അത് അതെ എന്ത് കഴിവാണത്? എനിക്കറിയാൻ പറ്റില്ല. നമ്മള് റീനൽ സ്റ്റോണിനും ഒക്കെ അല്ല കൊടുക്കുമല്ലോ അല്ല അല്ല പിണ്ടുനീര്. അത് സിമ്പിൾ ആണ്. അത് ഹൈലി ആൽക്കലൈൻ ആണ്. അത് ആൽക്കലൈനാണ്. ഓക്കെ അത് ഓക്കെ. തന്നെ ആയിരിക്കും. ഹൈലി ആൽക്കലൈൻ ആണ് അത്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരിക്കൽ എന്റെ വായിലൊരു അൾസർ ഉണ്ടായിരുന്നു. യാ ഞാൻ ഈ പിണ്ടിനീര് വെറുതെ എടുത്ത് കുടിച്ചു. അത് അൾസറുള്ളായിരുന്നു, ഞാൻ മറന്നുപോയി. ആ സത്യം പറഞ്ഞാല് നമ്മള് ഒരു ആസിഡ് വരണ പോലെ തന്നെ ഫീലിംഗ് ആണ് അതിൽ തോന്നിയത്. അതെ. അപ്പോഴാണ് ഇത് ഇത്രയ്ക്ക് ഇതാണെന്ന് എനിക്ക് പിടിയിട്ടത്. അത് ആൽക്കലൈൻ ആണെന്ന് അറിയാം, അത്രയ്ക്ക് ആൽക്കലൈൻ ആണത്. അപ്പൊ അതുകൊണ്ട് ആൽക്കലൈനിറ്റി കൂടുമ്പോഴേക്കും സ്റ്റോണുകളൊക്കെ പൊടിഞ്ഞു പോകും. അസിഡിറ്റി കൂടുമ്പോൾ സ്റ്റോണുകൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഡോക്ടറെ പിന്നെ ഇതുണ്ടല്ലോ, വാഴപ്പിണ്ടിയുടെ നീര് പ്ലസ് ഈ മുരിങ്ങയുടെ തൊലി ഉണ്ടല്ലോ, മുരിങ്ങത്തൊലി, അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഓരോ ടീസ്പൂൺ വീതം മതി. മിക്സ് ചെയ്തിട്ട് കേട്ടില്ല ഡോക്ടർ. എന്തെന്നാ? മുരിങ്ങത്തൊലി. മുരിങ്ങാത്തൊലി. ഓക്കെ. വാഴപ്പിണ്ടിയുടെ നീര് ഏർലി മോർണിംഗ് ദിവസം ഒരു നേരം വെച്ച് കഴിച്ചാൽ കിഡ്നി സ്റ്റോൺ വളരെ പെട്ടെന്ന് പോകും. മുരിങ്ങാത്തൊലി എന്ത് ചെയ്യണമെന്ന്? മുരിങ്ങത്തൊലി അരയ്ക്കണം. വാഴപ്പിണ്ടി നീരുമായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് തന്നെ കഴിച്ചാൽ മതി. ഒന്നെങ്കിൽ ഈ മുരിങ്ങത്തൊലി അരച്ചിട്ട് ഉരുട്ടണം. അത് ഈ വാഴപ്പിണ്ടി നീര് കൂടെ കൂട്ടി അരച്ചിട്ട് ഉരുട്ടിയിട്ട് അങ്ങ് വിഴുങ്ങിയാൽ മതി. വളരെ പെട്ടെന്ന്. അത് ഡെയിലി രാവിലെ ഏർലി മോർണിംഗ് ഒരു നേരം വെച്ചൊരു 7 ദിവസം കഴിച്ചാൽ മതി. വളരെ പെട്ടെന്ന് കിഡ്നി സ്റ്റോണിന് ഔട്ടായി പോകാൻ ഒത്തിരി സാധ്യതയുള്ളൂ. ഞാൻ പറഞ്ഞതേ ഉള്ളത്. അത് 100% സക്സസ് ആവണമെന്നില്ല. സ്റ്റോണിന്റെ കാര്യമെല്ലാം പറഞ്ഞ സമയത്ത് ഈ ഒരു ടിപ്പ് കേട്ടിട്ടില്ല അല്ലേ? അത് വളരെ പെട്ടെന്ന് ഔട്ടാകുന്ന ഒരു സാധനമാണ്. അപ്പൊ നോക്കാം. ശാന്താചന്ദ്രൻ മാഡം എമർജൻസി ആയിട്ട് അപ്പൊ അത് നോക്കിയോ? നോക്കാം കൊടുക്കാം. താങ്ക് യു. സമയമുണ്ട്. ഇനിയും ആർക്കെങ്കിലും സംശയമോ? പല്ലിനൊക്കെ ചുറ്റിനും ഇത്തല് പോലെ വരില്ലേ ഇപ്പൊ പല്ലില്? നമ്മളെന്താ പറയാ? ബ്ലാക്ക് അല്ല, ഇങ്ങനെ ഫ്ലേക്സ് പോലെ. അതെ. അപ്പൊ അതിന് ഈ ഫ്രാഗേരിയ ടിഞ്ചർ വെച്ച് ഗാർഗിൾ ചെയ്താൽ നല്ലതാ കേട്ടോ. കിഡ്നി സ്റ്റോണിനും അത് നല്ലതാ. ഡെയിലി എത്ര പ്രാവശ്യം ചെയ്യണം? ഡെയിലി കിഡ്നി സ്റ്റോൺ ഉള്ള ഇങ്ങനെ ഇത് പല്ലിൽ വരുന്നവർക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടാകും, വരാൻ ചാൻസ് കൂടുതല. അപ്പൊ ഇത് വെച്ച് ഡെയിലി ഗാർഗിൾ ചെയ്ത് വായ ഇങ്ങനെ കഴുകുന്നത് നല്ലതാണ്. താങ്ക് യു ഡോക്ടർ സുരേഷ്. ഡോക്ടർ ഫ്രാഗേരിയ ടിഞ്ചർ ഗാർഗിൾ ചെയ്യുമ്പോൾ എത്ര വെള്ളത്തിൽ എത്ര മിക്സ് ചെയ്യണ്ട ഡോക്ടറെ, അതിന്റെ കോമ്പിനേഷൻ? അത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 10 തുള്ളി ഇട്ടിട്ട് വായിൽ ഇങ്ങനെ കുറച്ചു നേരം പിടിച്ചു വെക്കാൻ പറയും. വായിലേ പിടിച്ചു വെച്ചിട്ട് കുറച്ചു നേരം കഴിയുമ്പോ തുപ്പിക്കളയാൻ പറയും. അപ്പൊ അങ്ങനെ അതൊരു ഹാബിറ്റ് ആയിട്ട് അതങ്ങ് ചെയ്യാമെങ്കിൽ അതെല്ലാം പൊടിഞ്ഞു പോകും. ഒരു സംശയം ആരെങ്കിലും എനിക്ക് തീർത്തന്നെ. ഈ ടൂത്ത് പെയിനില് റൂമാറ്റിക് പെയിൻ എന്ന് പറയുന്നിട്ട് ഒരു ഇത് പറയുന്നുണ്ട്, ആന്റിറ്റാർട്ട് മെഡിസിൻ ആയിട്ട് പറയുന്നുണ്ട്. അത് എന്തായിരിക്കും റൂമാറ്റിക് പെയിൻ? അത് ഏത് രീതിയിലായിരിക്കും അതിന്റെ പ്രത്യേകത? ഹലോ?
കേൾക്കാം സലീം കുമാർ ഡോക്ടറെ. സലീം കുമാർ റൂമാറ്റിക് പെയിൻ ടീത്തിൽ എന്ന് പറയുമ്പോ അത് എങ്ങനെ ഇരിക്കും? എന്താണ് എനിക്ക് അതിനെ കുറിച്ച് ഐഡിയ കിട്ടുന്നില്ല. സൈലീഷ്യ വണ്ണം വരെയാണ് ഡോക്ടറെ. എന്റെ ക്വസ്റ്റ്യൻ അതല്ല, മെഡിസിൻ അല്ല. റൂമാറ്റിക് പെയിൻ എന്ന് പറയുമ്പോ റൂമാറ്റിക് പെയിൻ റൂമാറ്റിക് പെയിൻ എന്ന് പറയുമ്പോൾ ചിലപ്പോ രാവിലെ എഴുന്നേക്കുമ്പോൾ കൂടുതൽ അല്ലെ സ്റ്റാർട്ടിങ് ട്രബിള് കൂടുതൽ അങ്ങനെ ആവാം. അതെ ഞാൻ ചോദിക്കണം, അതെനിക്ക് അറിയത്തോണ്ട് ഞാൻ ചോദിച്ചേ. അതിലെ മെസ്സേജ് വന്ന എന്തായിരുന്നു? പറഞ്ഞു. സൈലീഷ്യ വണ്ണം 2 ഡോസും ഈ സലൈവറി സ്റ്റോൺ എക്സ്പെൽ ആയി പോയത് സൈലീഷ്യ കഴിച്ചു. അതാണല്ലോ ഇപ്പൊ സുരേഷ് ഡോക്ടർ പറഞ്ഞത്. ഞാൻ പറഞ്ഞതാണോ? മെസ്സേജ് വന്നതേ. മെസ്സേജ് കിട്ടും. സലീഷ വണ്ണം വിത്ത് 2 സെക്കൻഡ് സലൈവറി കാൽക്കുലസ് എക്സ്പെൽഡ്. ഡോക്ടർ സൈലീഷ്യ കൊടുത്തത് വണ്ണമായിരുന്നോ? അതേ അല്ലല്ല, ഞാനന്ന് 6x ഒക്കെ കൊടുത്തത്. 6x. അപ്പൊ രാവിലെ വൈകിട്ടും ഡെയിലി വണ്ണം കൊടുത്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ്. അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണോ അത് വെച്ചിട്ടും കൊടുക്കുക. ഒന്നെങ്കിൽ സൂചിയോ അല്ലെ സലീഷോ അല്ലെ അതുപോലെ എന്തെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് കൊടുക്കുക, പ്ലസ് പിന്നെ ഇതുകൂടെ കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് കൊടുത്തിരുന്നത്. എന്തായാലും അത് ഔട്ടായി പോയി എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് നാൾ അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് കുറവുണ്ടെന്നൊന്ന് പറയുന്നുണ്ട് വേദന. കാരണം എനിക്ക് തോന്നുന്നു ആ മെസ്സേജ് കൊടുക്കുന്നതിലാണ് അവർക്ക് കുറവ് വന്നിരുന്നത് എന്ന് എന്റെ തോന്നല്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഔട്ടായി എന്ന് ഞാൻ വിചാരിക്കുന്നു, അത്രേ ഉള്ളൂ. കാരണം ഞാൻ അതിന്റെ ഒന്നും ഡോക്യുമെന്റ്സ് ഒന്നും വെച്ചിട്ടില്ല. ഞാൻ കൊടുത്തിട്ട് എന്തായാലും ഈ ഫോറത്തിൽ തിരിച്ച് ഞാൻ പറയാം കേട്ടോ. അടുത്ത ഇന്ന് ഞാൻ 1 ഡോസ് മെഡിസിൻ കൊടുത്ത് വിട്ടിട്ടുണ്ട്. പിന്നെ അത് തിങ്കളാഴ്ച 6-ാം തീയതി വരും. അന്നേരം ഞാൻ കൊടുത്തിട്ട് എന്തായാലും ഈ ഫോറത്തിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ശരി, താങ്ക് യു. നമ്മളെ സമയം ഏകദേശം കഴിയാറായി. ഒരു മിനിറ്റോ 2 മിനിറ്റ് കൂടിയുണ്ട്. വിച്ച് ടിഞ്ചർ ടു ഗാർഗിൾ? മാഡത്തിന്റെ ടിഞ്ചറിന്റെ പേര് ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കി കൊടുക്കുക, സ്പെല്ലിംഗ് ഉൾപ്പെടെ ഒന്ന് പറയാം. ഫ്രാഗേരിയ ടിഞ്ചർ. ഫ്രാഗേരിയ ടിഞ്ചർ. ഫ്രാഗേരിയ ടിഞ്ചറിന് ഒരു ഗുണം കൂടെ ഉണ്ട്. അതിന് ഈ ടാർട്ടാർ പല്ലയിലുണ്ട് ഒരു കക്ക പോലെ പിടിക്കുന്നതും പോകും. കറുത്ത പ്ലേക്ക് എന്ന് പറഞ്ഞു. ഫ്രാഗേരിയ. പിന്നെ പ്ലാന്റാഗോ ടിഞ്ചർ കൊണ്ടാൻ ഡീക്കേഡ് ടീത്ത്. പ്ലാന്റാഗോ ടിഞ്ചർ ആണ് നല്ലത്. അതെ. റിസീഡിങ് കംസ് ഉള്ളവർക്ക് നമ്മൾ ഹെക്ലാലാവ 3x കൽക്കേരിയ ഫ്ലൂർ 3x പൗഡർ മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് പോലെ പല്ലിൽ ഇങ്ങനെ തേച്ച് വെച്ചിട്ട് പല്ല് തേച്ചാൽ കൊള്ളാം, നല്ലതാ, പെട്ടെന്ന് വ്യത്യാസം വരും. ഹെക്ലാലാവ 3x കൽക്കേരിയ ഫ്ലൂർ 3x പൗഡർ ആയിട്ട് കിട്ടും. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ പേസ്റ്റ് പോലെ പല്ല് തേക്കുമ്പോൾ റിസീഡിങ് കംസ് ഇല്ലേ, പല്ലിങ്ങനെ നീണ്ടു വന്ന് അതിന് വളരെ എഫക്റ്റീവാണ്. അത് എന്തുമായിട്ടാ മിക്സ് ചെയ്യേണ്ട പേസ്റ്റ് ആക്കാൻ? എങ്ങനെ പേസ്റ്റ് ആക്കാനായിട്ട് എന്ത് വെഹിക്കിളുമായിട്ടാ മിക്സ് ചെയ്യുന്നത്? അല്ലാതെ 2 പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ടേ മോണയിലൊക്കെ പുരട്ടി വെക്കും. വാട്ടർ മിക്സ് ചെയ്തിട്ട് പിന്നെ പല്ല് പറിക്കുമ്പം വരുന്ന പെട്ടെന്ന് നിൽക്കാനുള്ള മെഡിസിൻ പ്രോട്ടൺ ടെക്നിന മദർ ടിഞ്ചർ, അതുപോലെ തന്നെ ട്രിഡിയം ഉള്ളിലോട്ടും കൊടുത്താൽ പെട്ടെന്ന് ഈ രക്തസ്രാവം നിൽക്കും. പല്ല് പറിച്ചു കഴിഞ്ഞിട്ടുണ്ടോ പെട്ടെന്ന് നിൽക്കാനുള്ള ഒരു മാർഗമാണ്. ഓക്കെ, നമ്മളെ സമയം ഏകദേശം കഴിയാറായി. എന്തായാലും ഇന്നത്തെ ദന്തൽ രോഗങ്ങൾ ഹോമിയോപ്പതി എന്നുള്ള വിഷയത്തിലെ ചർച്ച വളരെ നന്നായി. എന്തായാലും ഒരുപാട് മെഡിസിൻ അത്യാവശ്യം പല്ലിനുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും തന്നെ ഈ ചർച്ചയിൽ വന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിനെല്ലാം ഉള്ള പരിഹാരങ്ങളും മെഡിസിൻസും എല്ലാം എല്ലാവർക്കും പരിചയപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അഥവാ എല്ലാവരും അറിയാവുന്നതാണെങ്കിൽ പോലും ഒന്നും കൂടി എല്ലാവർക്കും ഒന്ന് ഓർത്തെടുക്കാൻ സമയം കിട്ടി. പ്രശോഭനൻ ഡോക്ടർ എന്തോ ഒന്ന് പറയാൻ വേണ്ടി ഹാൻഡ് റൈസ് ചെയ്തിരുന്നു, ഇപ്പൊ കാണുന്നില്ല. പല്ലെടുക്കുന്നതിന് മുമ്പ് ബ്ലീഡിങ്ങിൽ ചെക്ക് ചെയ്യാനായിട്ട് ഫോസ്ഫറസ് കൊടുത്തിരുന്നാൽ
200 വെള്ളമൊക്കെ കൊടുത്തു തീർന്നാൽ ബ്ലീഡിങ് കാണത്തില്ല, ഒട്ടും ബ്ലീഡിങ് കാണത്തില്ല, ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറച്ച് നേരത്തെ കൊടുക്കണം, ഒരു അരമണിക്കൂർ മുമ്പൊക്കെ കൊടുത്താൽ മതി. ഡോക്ടറെ, ഞാൻ ഡോക്ടർ അനിൽകുമാർ. ആ, അനിൽകുമാർ ഞാനിന്ന് 3-4 പല്ലെടുത്തു. ആ, ഡോക്ടറുടെ ഓക്മെന്റിൻ മറ്റേ എഴുതി തന്നു, പെയിൻ കില്ലറും മറ്റേ എല്ലാം. ഞാൻ പല്ലെടുത്താ? ഒന്നും കഴിച്ചില്ല, ഓൺലി ആർണിക്ക 200 ആ, അർണിക്ക എവറി അവർലി ഒരു 8-10 ഡോസ് ആയപ്പോഴത്തേക്കും ആ നീരെല്ലാം മെലിഞ്ഞു പോയി. അടുത്ത ദിവസം പോയി അടുത്ത 2 പല്ലും എടുത്ത്. എല്ലാത്തിനും ഓൺലി ആർണിക്ക. പല്ലെടുക്കാതെ കഴിച്ചു കൂട്ടാൻ വഴിയില്ലായിരുന്നു? പല്ലെടുക്കാല്ല, പല്ല് അത്രയ്ക്ക് ഇതായിപ്പോയി, ഡീക്കെ ആയിപ്പോയി. അത് ശരി. അടുത്ത പല്ല് വേറൊരു പറിക്കുന്നതിന് സംഭവം, മുമ്പ് ഒരു phosphorus കഴിച്ചാൽ പുതിയ, അത് bleeding ഹോമിയോപ്പതി ഉണ്ടാവില്ല. പ്രിപ്പറേഷൻ അല്ല, ഹോമിയോപ്പതി പ്രിപ്പറേഷൻ അല്ല, ഒരു പുതിയൊരു അനുഭവം. ഒരു ഡോക്ടർ, അലോപ്പതി ഡോക്ടറിന്റെ റിലേറ്റീവ് പറഞ്ഞതാണ്. ഒരു ആയുർവേദിക് പ്രിപ്പറേഷൻ ആണ്. സുരേഷ് ഡോക്ടർക്ക് കേൾക്കാൻ വേണ്ടിട്ട് എഡിനോറ എന്നൊരു ടൂത്ത് പേസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. എഡിനോറ കേട്ടിട്ടുണ്ടോ? ഇല്ല ഡോക്ടർ, ഇല്ല. എഡിനോറ ഫേസ്ബുക്കിലൊക്കെ .com എന്ന് പറഞ്ഞ് അടിച്ചു നോക്കിയാൽ ഓൺലൈനിൽ, ആമസോണിലുണ്ട്. സ്പെല്ലിംഗ് ഒന്ന് പറയാമോ ഡോക്ടറെ? EDINORA. 3 ടൈപ്പ് പേസ്റ്റ് ഉണ്ട്. ഒന്ന് കിഡ്സിനുള്ളത്, ഒന്ന് പ്രൈം, ഒന്ന് സെൻസിറ്റീവ് ടൂത്തിന്. അത് ഇതെല്ലാം എടുത്തു കഴിഞ്ഞപ്പോ എന്റെ ഒരു പല്ലിന് വേദന വന്നു, ഭയങ്കര പെയിൻ. 3 ദിവസം തേച്ചേ ഉള്ളൂ. പല്ല് വേദന എങ്ങോട്ട് പോയെന്ന് അറിയാൻ പറ്റും. ഇതുവരെ ഒരു കുഴപ്പമില്ല. ഭയങ്കര എഫക്റ്റീവ് ആയുർവേദിക് പ്രിപ്പറേഷൻ ആണ്. പല്ല് തേച്ച എഫക്റ്റ് ഒന്നും തോന്നൂല, പക്ഷെ ഭയങ്കര എഫക്റ്റ് ആണ്. ഞാൻ കുറെ പേഷ്യൻസിന് കൊടുത്തു നോക്കി, സൂപ്പർ റിസൾട്ട്. ഒരു ട്യൂബിന് 162 രൂപ വില വരും. എഡിനോറ എന്നല്ലേ ഡോക്ടറെ പറഞ്ഞു? എഡിനോറ ഡോക്ടർ ഓൺലൈനിൽ അടിച്ചു നോക്കിയാൽ മതി. ഒരു മലയാളിയാണത് ഒരു മലയാളിയാണ്, ഡെറാഡൂണിലാണ് ഉത്പാദിപ്പിക്കുന്നത്. പ്രഭാകരൻ എന്ന് പറഞ്ഞൊരു സാറാണ്. അദ്ദേഹത്തെ ഞാനൊരു സെമിനാറിന് പോയപ്പോ കണ്ടിരുന്നു. സംഗതി വളരെ എഫക്റ്റീവ്. പല്ലിനെയും ഗംസിനെയും അത് പ്രിസർവും ചെയ്യും. ഗംസ് സ്ട്രോങ് ആവും. പല 8-10 ആയുർവേദ കൂട്ടുവെച്ച് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അടിച്ചാൽ മതി, ഓൺലൈനിൽ അടിച്ചാൽ ഗൂഗിളിൽ അടിച്ചാൽ മതി. ഒരക്ഷരമൊക്കെ തെറ്റിയാൽ ആ കറക്റ്റ് ആയിട്ട് അത് തന്നെ വരും. അതാ ഉള്ളത്. അത് തന്നെ വരും. ഫേസ്ബുക്കിലുണ്ട്. ചർച്ച അവസാനിപ്പിക്കാൻ ഞാൻ വെറുതെ പരീക്ഷണമായിട്ട് ചെയ്തു നോക്കിയാണ്. സൂപ്പർ റിസൾട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അത് നല്ല കാര്യം. അതൊരു പുതിയ അറിവ്. പുതിയ പല്ല് സ്ട്രോങ്ങും ആവും. പല്ല് പെട്ടെന്ന് ഡെന്റിഷൻ ആവുന്നത്, നമ്മൾ ഡീക്കെ ആവുന്നത് കുറയുകയും ചെയ്യും. ഓക്കെ, അത് അവരവരുടെ ഇഷ്ടമാണ്. ഉപയോഗിക്കുന്ന ഇഷ്ടം ഞാൻ ഇത് വേണ്ടി പറഞ്ഞതല്ല, ഒരു അനുഭവം പറഞ്ഞതാണ്. ഹോമിയോപ്പതി മരുന്നല്ല, അതുകൊണ്ട് നമുക്കത് നിർബന്ധിക്കാൻ പറ്റൂല. അത് ഇല്ല, നിർബന്ധമൊന്നും പറഞ്ഞില്ല. ഞാൻ ഇത് ഉപയോഗമുള്ള സാധനമാണ്, വേറെ ദോഷമുള്ള സാധനമല്ല. ഡോക്ടർ മുരിങ്ങയുടെ പറഞ്ഞ പോലെ. അത്രേ ഉള്ളൂ. നമുക്ക് അങ്ങനെ ആരെയും ദോഷപ്പെടുത്തണ്ട. എല്ലാ ഫാർമസിയിലും ഉണ്ടോ? എന്താ? എല്ലാ ഫാർമസികളിലും ഉണ്ടോ? എല്ലാ ഫാർമസിയിലും ഇല്ല. ഇപ്പൊ ഓൺലൈനേ ഉള്ളൂ. കുറെ ഫാർമസി സ്ഥലത്തെ ഫാർമസിയിലേ ലഭ്യമായിട്ടുള്ളൂ. ഓക്കെ, അപ്പോഴേ നമ്മുടെ ഇന്നത്തെ മലയാളം സെഷൻ ദന്തൽ രോഗങ്ങൾ ഹോമിയോപ്പതി എന്നുള്ള വിഷയത്തിലുള്ള ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. വളരെ നല്ലൊരു ചർച്ചയായിരുന്നു. ദന്തൽ രോഗങ്ങളുടെ എല്ലാ ആസ്പെക്റ്റുകളും ഇന്നത്തെ ചർച്ചയിൽ വന്നു. അതിനുള്ള മെഡിസിനും എല്ലാ ബഹുമാനീയരായ ഡോക്ടേഴ്സും പറഞ്ഞു. ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത കുറുപ്പ് സാർ തുടങ്ങി, ആമുഖം ധനേഷ് ഡോക്ടർ പറഞ്ഞു, കുറുപ്പ് സാറ് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു, സലീം കുമാർ ഡോക്ടർ, ദേവൻ ഡോക്ടർ, സുരേഷ് ഡോക്ടർ, ശാന്താചന്ദ്രൻ മാഡം, പിന്നെ നമ്മുടെ അനിൽകുമാർ ഡോക്ടർ ഉൾപ്പെടെയുള്ളവരെല്ലാം ഇന്നത്തെ ചർച്ചയിൽ അറിവുകൾ പങ്കുവച്ചു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ മലയാള സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.